നമസ്തേ. പൂവ് എന്ന ഒറ്റ വാക്കിനെ പൂക്കാലമാക്കി മാറ്റുന്ന കുട്ടികളുടെ കാലമാണിതെന്ന് അഭിമാനിക്കുന്നുണ്ട് നമ്മൾ. അതേ കുട്ടികൾക്കിടയിലേക്ക് പതുക്കെ കടന്നുകയറി പകർച്ചവ്യാധി പോലെ പടരുന്നു ലഹരിപ്പിരാന്ത്. ഓടി നടന്ന് 5 പേരെ കൊല്ലാനും മടിയില്ലാത്തവരുടെ കെട്ടകാലത്ത് കുറേ ചോദ്യങ്ങൾ മുഖാമുഖം തലപൊക്കി നിൽക്കുന്നു. ഈ നാട് ഇതെങ്ങോട്ടാണ്? ഇനിയത്തെ 1.5 മണിക്കൂർ തർക്കിക്കാൻ വേണ്ടി ഒരു ചർച്ചയല്ല, ഒരു നല്ല നിർദ്ദേശമെങ്കിലും ഉരുത്തിരിഞ്ഞു വന്നാൽ നന്നായെന്ന ആഗ്രഹമാണ്. സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി സാമൂഹിക നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ, VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, റിട്ടയേർഡ് SP ജോർജ് ജോസഫ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്കാട്രി വിഭാഗം ഡോക്ടർ അരുൺ B നായർ, സൈക്കോ സോഷ്യൽ കൗൺസിലർ മീര കൃഷ്ണൻ എന്നിവർ ഒപ്പം ചേരും. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ലഹരിയെ ചുറ്റിപ്പറ്റി കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ലഹരി പിടിമുറുക്കി കേരളം മുഴുവൻ. സ്കൂളും കോളേജുകളും ചെറുപ്പക്കാരിലൊക്കെ പിടിമുറുക്കി. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം വെഞ്ഞാറമൂട്ടിൽ എന്ത് സംഭവിച്ചു. അത് ലഹരി അല്ല എന്ന് പറയുന്നെങ്കിലും ലഹരി പോലെ തന്നെയുള്ള ഡിജിറ്റലായിട്ടുള്ള അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ കടന്നു കയറി അതിനകത്തുനിന്ന് ധാരാളം വയലൻസ്, ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ കണ്ടുപഠിച്ച് അതൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് കരുതുന്നവർ തൻ്റെ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃത്യങ്ങളാണ് ചെയ്യേണ്ടതെന്നാണ് ഇവർ പഠിച്ചു വച്ചിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു കേസ് തന്നെ നമ്മൾ ആലോചിച്ചോളൂ. ഈ വെഞ്ഞാറമൂട്ടെ കേസിൻ്റെ ആ ബോയ്, അയാൾ 2008 വർഷം മുമ്പ് 15 വയസ്സുള്ളപ്പോൾ ഒരു മൊബൈൽ ഫോൺ കിട്ടാൻ വേണ്ടി വിഷം അടിച്ച ആളാണ്. അത് വീട്ടുകാർ അപ്പം വാങ്ങിച്ചു കൊടുത്തു. ഇപ്പോഴെന്താണ് 8 വർഷം കഴിഞ്ഞത്? കൊന്നൊടുക്കുകയല്ലേ അവൻ്റെ മനസ്സ്. ആൾക്കാരെ, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു, സ്വന്തം സഹോദരനെ കൊന്നു, അത് കാമുകിയെ കൊന്നു, വല്യമ്മയെ കൊന്നു, അപ്പൻ്റെ 2 ചേട്ടനെ അവരുടെ ഭാര്യയും കൊന്നു. കൊല്ലുന്ന മാത്രമേ വെട്ടോ 1 2 കൊടുത്ത് കൊല്ലുന്നത്. ഭീകരമായിട്ട് മുഖം വികൃതമാകുന്നിടം വരെ അവനെ അടിച്ച് പരത്തുകയാണ്. എന്തൊരു മനസ്സാണ് ആ പയ്യന്. നാട്ടുകാർ മുഴുവൻ നല്ല ഒപ്പീനിയൻ അല്ലല്ലേ ആ പയ്യനെ പറ്റി പറയുന്നത്. അവൻ്റെ മനസ്സിൽ എന്താണ് ആളി കത്തുന്നതെന്ന് നമുക്കാർക്കും അറിഞ്ഞുകൂടില്ല, വീട്ടുകാർക്കും അറിയത്തില്ലോ. ആ വല്യമ്മയെ മാത്രം കൊന്നു നിർത്തിയിരുന്നെങ്കിൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള കള്ളന്മാർ ഇടി വാങ്ങിച്ചേനെ. ഇവനാണെന്ന് നല്ല സർട്ടിഫിക്കറ്റ് അല്ലേ നാട്ടുകാരും ബന്ധുക്കൾ ഈ പയ്യന് കൊടുക്കുന്നത്. അവൻ്റെ മനസ്സ് ഇത്ര ക്രൂരമാണെന്ന് ആർക്കും കണ്ടില്ലല്ലോ. ഈ പ്രവൃത്തി കണ്ടപ്പോഴല്ലേ നമുക്ക് തോന്നുന്നത്. നമ്മൾ ആലോചിക്കണം. കാരണം നമ്മുടെ കുട്ടികളെ 10-25 വയസ്സിനുള്ളവരുടെ മനസ്സ് അത് ലഹരിയുടെ ഭാഗമുണ്ട്, വളർന്നു വന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ഇവിടെ തിരുവനന്തപുരം റൂറൽ നെയ്യാറ്റിൻകര താലൂക്കിലെ കാട്ടാക്കടയ്ക്കടുത്ത് അപ്പൻ്റെ കഴുത്തറക്കുന്ന മകനെ കണ്ടല്ലോ. അത് അവൻ അന്ധവിശ്വാസിയായിരുന്നു. കേടലിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ആ അപ്പനെ, അമ്മയും, സഹോദരിയും, ആൻറ്റിയും കൊന്നു, എന്നിട്ട് വീടും തീ കത്തിച്ചിട്ട് അവൻ്റെ മാനസികാവസ്ഥ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നത്? അടിസ്ഥാനപരമായി കോളേജിലും സ്കൂളുകളിലും മൂല്യമുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നില്ല. മൂല്യമില്ലാത്ത അധ്യാപകരുടെ ഓർഗനൈസേഷനാണ് കേരളം മുഴുവനുള്ളത്. അവർക്കൊന്നും സമൂഹത്തിനെ കെട്ടിപ്പടുക്കണമെന്നുള്ള ചിന്തയില്ലാത്തവരാണ്. കാരണം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്കൂളുകളിലാണ് നമ്മുടെ കുട്ടികൾ. ഇവരാണ് നമ്മുടെ സമൂഹത്തെ നശിപ്പിച്ചത്. അത് തന്നെയല്ല, രാഷ്ട്രീയക്കാർ കയറിയിട്ട് എല്ലാ കോളേജിലും സ്കൂളിലും ചെറുപ്പക്കാരവിടെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു തലമുറയാണ്. അവർക്കൊന്നും പഠിക്കേണ്ടതല്ല. മാനസിക വളർച്ച ഒരു കുട്ടിക്കുമില്ല. വിദ്യാഭ്യാസം ഇല്ലാത്തവരും കള്ള സർട്ടിഫിക്കറ്റ് ഉള്ളവരുമാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അടിസ്ഥാനപരമായി മൂല്യച്യുതി നടന്നു കഴിഞ്ഞു 10-30 വർഷമായിട്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേരളം വളർന്നിരിക്കുന്നത്. ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല എന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഞാൻ കുറേ നാളുകൊണ്ട് ജനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നല്ല 1-ാം തരം ഫ്രോഡാണ് മലയാളികൾ. മലയാളിയെ തോപ്പിക്കാനുള്ള ഫ്രോഡ് കാണിക്കാൻ വേറെ ഇന്ത്യയിൽ ആരുമില്ല. അത്ര ഫ്രോഡാണ്. വല്ലവൻ്റെ പൈസ ഊറ്റി തിന്നാനല്ലാതെ അധ്വാനിക്കാത്ത ആൾക്കാരാണ്. ഒരു കൊടിയും പിടിച്ച് നടന്ന് പാട്ടപ്പിരിവ് നടത്തുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. എന്താണ് ഇവരൊക്കെ ചിന്തിക്കുന്നത്? അവരൊക്കെ തന്നെ നമ്മളെ നയിക്കുകയാണ്. അതുകൊണ്ട് മലയാളിക്ക് ഇതിനകത്തുനിന്ന് ഒരു മോചനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നശിച്ചു പോകും നമ്മൾ.
ഒരു തലമുറ, പ്രായമുള്ള തലമുറ കഴിഞ്ഞാൽ മലയാളി എക്സ്റ്റെൻഡ് ആവുമെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ നമ്മുടെ കുട്ടികളെ മലയാള ഭാഷ നന്നായിട്ട് പറയാൻ അറിയില്ലല്ലോ ഇവർക്കാർക്കും. കാരണം അത് ഇംഗ്ലീഷീകരിച്ച് കുറച്ച് ഹിന്ദി കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വരുന്നത്. മലയാളം എക്സ്റ്റെൻഡ് ആവുമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു 10-20 വർഷം കഴിഞ്ഞാൽ മലയാള ഭാഷ സംസാരിക്കാൻ ഇവർക്ക് ആർക്കും കാണില്ല. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ വിദ്യാഭ്യാസപരമായി മൂല്യച്യുതി സംഭവിച്ച ഒരു തലമുറ, രണ്ടാമത്തെ തലമുറയെ വാർത്തു. ആദ്യത്തെ തലമുറ പോയി, അവരുടെ മക്കൾ വന്ന രണ്ടാമത്തെ തലമുറയും തകർന്ന് തരിപ്പണമായ കേരളമാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്നൊരു മോചനം ലഭിക്കുന്നത്? എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ കെട്ടിപ്പടുത്തുകൊണ്ട് വരേണ്ടത്? അതേപ്പറ്റി പലരും പല അഭിപ്രായം പറഞ്ഞെങ്കിലും സ്കൂളുകളിലും കോളേജുകളിലും അടിസ്ഥാനപരമായി ഈ സംഘടനയായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നത് നിരോധിക്കുകയും അധ്യാപകരെ, സംഘടനാ സ്വാതന്ത്ര്യമുള്ള അധ്യാപകരെ ആ സംഘടനയുടെ ആ ഒരു സാധനം കൂടെ എടുത്തു കളയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർ അടിസ്ഥാനപരം മനുഷ്യൻ്റെ നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന സാറുമാരും രാഷ്ട്രീയക്കാരും മതി. അതിനു വേണ്ടിയിട്ട് കുട്ടികളെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരാനുള്ള ബാധ്യത നമ്മുടെ അധ്യാപകർക്കും ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരാരെ ഇപ്പം നമ്മൾ കണ്ടില്ല. ഇതുപോലെ കുട്ടികളെല്ലാം ഓരോരുത്തരെ കൊല്ലുന്ന കണ്ടിട്ട് അവരാരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അവരൊക്കെ എവിടെ പോയി ഒളിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ഗവൺമെൻറ് ചിന്തിക്കേണ്ടത്, എലക്ട് ചെയ്ത് വരുന്ന ഗവൺമെൻറ് ചിന്തിക്കേണ്ടത് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യച്യുതി നിധികളെ കൊണ്ടുവരണം. നമ്മളെ സ്കൂളിൽ ഈ ഡ്രഗ്സ് എത്ര കിലോ പിടിച്ചാലും അതിൻ്റെ ഇരട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂരിൽ, മദ്രാസിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്ന് വന്നുകൊണ്ടിരിക്കും. അത് പോലീസ് നല്ല വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എക്സൈസും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 1000 കിലോ പിടിച്ചാൽ 2000 കിലോ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊന്നും പോലീസിനും എക്സൈസിനും അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമില്ല. എന്താണ് അടിസ്ഥാനപരമായി ഇതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സാറുമാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗം അങ്ങനെ വരണം. അല്ലാതെ കോളേജും സ്കൂളുകളും മുഴുവൻ ആടിപ്പാടി നടക്കുകയാണ്. അടിസ്ഥാനപരമായി ഒരു ശാസ്ത്രബോധമില്ല. അടിസ്ഥാനപരമായി എന്താണ് പഠിക്കേണ്ടതെന്ന് അധ്യാപകർക്കും അറിയത്തില്ല, കുട്ടികൾക്കും അറിയുന്നില്ല. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി മീര ഹരികൃഷ്ണൻ, അതായത് സമൂഹത്തിലെ വിവിധ മുഖങ്ങളെ കൗൺസിലിംഗ് ചെയ്ത് പരിചയമുണ്ടാകും, അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ടാകും. ഞെട്ടിപ്പിച്ച, സംഭവിക്കാൻ പാടില്ലാത്തതെന്ന് തോന്നിയ ഒരനുഭവം പറഞ്ഞു തുടങ്ങാം. ഓക്കെ, തീർച്ചയായും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു വലിയൊരു മൂല്യച്യുതി അത് ഇന്നത്തെ തലമുറയ്ക്കാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞു പോയ ഒരു തലമുറയിൽ തന്നെ അത് പകർന്നു കൊടുക്കാൻ പരാജയപ്പെട്ടിടത്തത് നമുക്ക് തുടങ്ങാം. പല കുട്ടികളിലും നമ്മൾ കാണുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ ഒരു അച്ഛനും അമ്മയ്ക്കും അവര് സെപ്പറേറ്റഡ് ആയ ഒരു ഫാമിലിയില് ഒരു രണ്ടാനച്ഛൻ കടന്നു വരികയും കേവലം 14 വയസ്സുള്ള ആൺകുട്ടിയെ ലഹരി കച്ചവടം ചെയ്യാനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കുകയും, ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആള് തെരഞ്ഞെടുക്കുകയും ഇയാള് ഈ കുട്ടിയെ കൊണ്ട് തന്നെ ലഹരി ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇത് നമ്മൾ എക്സൈസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേസൊക്കെ ആയതാണ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് ആ വീട്ടിനുള്ളത്. അപ്പം ബേസിക്കലി വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളത് ഈ ഫാമിലിയിൽ ഒരു പോരായ്മയാണ്. അമ്മ 5ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. 13ാമത്തെ വയസ്സിലാണ് അവര് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ്. അപ്പം ആവശ്യത്തിന് കെയറും പ്രൊട്ടക്ഷനും ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യം ഈ കുട്ടിക്കുണ്ട്. അവൻ കണ്ടു വളരുന്ന മൂല്യം ഈ ഒരു ഫാമിലിയിൽ നിന്നും കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്ന, അവന് എടുക്കുന്ന ആ സത്തയൊക്കെ അവനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആളുകളിൽ നിന്നാണ്. പക്ഷെ സാർ സൂചിപ്പിച്ചതുപോലെ സ്കൂളില് നമ്മള് ഇപ്പം ഞാൻ പോകുന്ന സ്കൂളിലൊക്കെ കൗൺസിലിംഗ് നല്ലൊരു ശതമാനം കുട്ടികളെയും നമ്മുടെ കയ്യിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പക്ഷേ വെറും 1012 സ്കൂളുകളിൽ മാത്രമാണ്, സർക്കാർ സ്കൂളുകളിൽ മാത്രമാണ് കൗൺസിലിംഗ് നിലവിലുള്ളത്. പക്ഷെ മെന്റൽ ഹെൽത്തിന്റെ ഒരു വലിയൊരു ബൂമിംഗ് തന്നെ, മെന്റൽ ഹെൽത്ത് മേഖല വളരെയധികം വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ തന്നെ ആ ഒരു മാനസികാരോഗ്യ മേഖലയ്ക്ക് ചലഞ്ചസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തില്. സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ഇപ്പൊ ഈ ലഹരിയുടെ ഒരുപാട് കടന്നാക്രമണം കൂടി ആയപ്പോ നമ്മുടെ സമൂഹത്തില് ഇത്രത്തോളം മാനസികാരോഗ്യ പ്രവർത്തകരുടെ സേവനം കൊണ്ട് ഒന്നും ആകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു ചോദ്യം, നിങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തിട്ടും എന്താ ഇങ്ങനെയായി പോകുന്നത്? ഈ മാനസികാരോഗ്യ രംഗത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ എനിക്ക് മനസ്സിലായത് പര്യാപ്തമല്ല. നമ്മുടെ മാനസികാരോഗ്യ മേഖലയിലെ വർക്ക് ചെയ്യുന്നവരുടെ എണ്ണം
ഈ ഒരു കേസുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരിക്കലും പര്യാപ്തമല്ല. അതുപോലെയുള്ള മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ ജീവിത നൈപുണി വിദ്യാഭ്യാസം ശക്തമായി എല്ലാ സ്കൂളുകളിലും എത്തുന്നുണ്ട് എന്ന് ഉറപ്പു പറയാൻ കഴിയുന്ന എത്ര സ്കൂളുകളുണ്ട്? അത് ആദ്യത്തെ ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എത്ര സ്കൂളുകളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്? അതൊക്കെ വിദ്യാഭ്യാസ മേഖലയിൽ ശക്തമായ ഇടപെടൽ നടത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും. ഞാൻ ഈ പറഞ്ഞ കേസിൽ പോലും ആ കുട്ടി ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ശരിയാണ്, കൗൺസിലിങ്ങും കാര്യങ്ങളും ഫോളോ അപ്സും ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ ചെന്നെത്തുന്നത് തിരിച്ച് ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ്. അവന്റെ ഈ വീട്ടിൽ തന്നെയാണ് അവന് തിരിച്ച് ചെല്ലേണ്ടി വരുന്നത്. ഹോമുകളൊക്കെ ആണെങ്കിലും എത്ര നാളത്തേന് അവനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റും? സർക്കാർ സംവിധാനങ്ങളൊക്കെ നിരവധിയുണ്ട്. അതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കാനായിട്ട് മുമ്പിൽ തന്നെ നിൽപ്പുണ്ട്. പക്ഷെ ഒരു കുഞ്ഞു മാത്രമല്ല, നിരവധി കുട്ടികളാണ് ഇതുപോലെ സംരക്ഷണം ഇല്ലാതെ അച്ഛനമ്മമാരാൽ തഴയപ്പെട്ട്. അപ്പോ ശക്തമായ ഒരു പേരന്റിങ്ങിലേക്ക് തന്നെയാണ് ഇതെല്ലാം നമ്മൾ വിരൽ ചൂണ്ടുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യവും അത് തന്നെയാണ്. ഒരു മികച്ച രക്ഷാകർതൃത്വം, പിന്നെ ആ കുട്ടി കടന്നു പോകുന്ന വഴികള് അറിഞ്ഞിരിക്കേണ്ട ഒരു രക്ഷിതാക്കളുടെ ഒരു കടമയായിട്ടും എനിക്ക് തോന്നാറുണ്ട്. രക്ഷിതാക്കൾ മാത്രമല്ല, കടമ മറക്കുന്നോ എന്നൊരു ചോദ്യം പ്രസക്തമാണ്. പക്ഷെ അതിനു മുൻപ് നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികൾ അധിക നേരവും സ്കൂളിലാണല്ലോ. നോക്കൂ ശ്രീ ജോർജ് ജോസഫ് സാർ, പൂവ് എന്നൊരു വാക്ക് ബ്ലാക്ക് ബോർഡിൻ്റെ ഒത്ത നടുക്ക് എഴുതിയിട്ടാൽ ഒന്നാമത്തെ കുട്ടി വന്ന് ഒരു പൂവ് എന്നാക്കും, അടുത്ത കുട്ടി വന്ന് ഒരു മഞ്ഞപ്പൂവ് എന്നാക്കും, തൊട്ടടുത്ത കുട്ടി വന്ന് ഒരു മഞ്ഞ മനോഹരമായ പൂവ് എന്നാക്കും. അങ്ങനെ ഒന്നാമത്തെ കുട്ടിയിൽ നിന്ന് 40-ാമത്തെയോ 50-ാമത്തെയോ കുട്ടിയിലേക്ക് എത്തുമ്പോൾ പൂവ് എന്ന ഒറ്റ വാക്ക് എത്രയോ അർത്ഥവിശാലതയുള്ള ഒരു വലിയ വാചകമായി മാറും. അതിന് സുഗന്ധമുണ്ടാകും, ആ പൂവിന് ഭംഗിയുണ്ടാകും, അത് മറ്റൊരാൾ വന്ന് പറിച്ചു പോയെന്ന് വരാം. അങ്ങനെ എത്രയോ വലിയ അർത്ഥതലങ്ങളുള്ള ഒരു വലിയ വാചകമായി മാറ്റാൻ കെൽപ്പുള്ള കുട്ടികളാണ് 1-ലും 2-ലും 3-ലും ഒക്കെ ഇരുന്ന് പഠിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഈ അധ്യാപകരുടെ റോൾ അതങ്ങ് പറഞ്ഞ് വെച്ചതാണല്ലോ. എവിടെയാണ് അധ്യാപകർക്ക് പിഴയ്ക്കുന്നത്? അധ്യാപകരെ, കാരണം അവർ സ്കൂളിൽ വന്നാൽ കുട്ടികളുടെ കാര്യം നോക്കാനല്ല, അവർക്ക് സംഘടനാപരമായ കാര്യങ്ങൾ. സർ, ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞോട്ടെ. ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള നിരവധി അധ്യാപകരുണ്ട്. പക്ഷെ അവർക്ക് പോലും ഭയമാണോ എന്നൊരു ചോദ്യം. സർ, പണ്ട് നമ്മളൊക്കെ അങ്ങയുടെ കാലത്ത്, അതിൻ്റെ അടുത്ത തലമുറയിൽ ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെയും സ്കൂളിൽ ഒരു വിഷയം നടന്നാൽ തലപ്പൊക്കമുള്ള ഒരു അധ്യാപകൻ വന്ന് ഉറക്കെ നിർത്തട എന്ന് പറഞ്ഞാൽ നിർത്തി 2 വശത്ത് പിരിഞ്ഞു പോകുമായിരുന്ന ഒരു കാലമുണ്ട്. ഇന്ന് സ്കൂളുകൾക്കപ്പുറത്തേക്ക് ബസ് സ്റ്റാൻഡുകളിൽ, റോഡുകളിൽ ഒക്കെയും കുട്ടികൾ കൂട്ടമായി വന്ന് തമ്മിലടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ക്രൂരമായി ഒരു കുട്ടിയെ വളഞ്ഞിട്ട് 10-30 പേർ ചേർന്ന് ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ മാനസികമായ മാറ്റം അധ്യാപകരെ പോലും പേടിപ്പെടുത്തുന്നു. അത് അധ്യാപകരുടെ ചുമതല നിർവഹിക്കാത്തത് കൊണ്ടെന്ന് ഞാൻ പറയാം. നമുക്ക് കോട്ടയത്തെ നേഴ്സിംഗ് കോളേജിൽ എന്താ ഉണ്ടായത്? അവിടുത്തെ പ്രിൻസിപ്പളും അതുപോലെ അവിടുത്തെ അധ്യാപകർ എന്താ ചെയ്തത്? അവിടെ കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്രയും പീഡനം നടന്നിട്ട് ദേഹം മുഴുവൻ വരഞ്ഞിട്ട് അതിനകത്തിട്ട് എറ്റോളം ഒഴിച്ചിടുന്ന കുട്ടികൾ, അതുണ്ടായിട്ട് ഇവരറിഞ്ഞില്ലല്ലോ. അത് എത്ര മാസമാണ് ആ കുട്ടികളെ പീഡിപ്പിച്ചത്? എന്നിട്ട് അവിടെ ഇരുന്ന് ന്യായം പറയുന്ന പ്രിൻസിപ്പൾ, അവരെ പ്രതിയാക്കണമെന്ന് ഞാൻ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. അവർക്ക് എന്താണ് ഉത്തരവാദിത്തം? ശമ്പളം വാങ്ങിച്ച് കള്ളും കുടിച്ച് നടക്കുന്നതാണോ അധ്യാപകരുടെ ചുമതല? അല്ലല്ലോ, അവർ ചെയ്തില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സ്ഥലത്തോട്, ഈ കൊല്ലത്ത് നേഴ്സിംഗ് കോളേജിലെ സീനിയർ 3 പെൺകുട്ടികൾ അവിടുത്തെ താഴെയുള്ളൊരു കൊച്ചിനെ പീഡിപ്പിച്ച് അതിനെ റാഗ് ചെയ്തപ്പം അത് ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ചാടിച്ചെത്തു. അപ്പോൾ അതേപ്പറ്റി എന്ത് പറയുന്നു? അവിടെ ആ പ്രിൻസിപ്പൾ പോലും, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് ഈ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്, കുട്ടിയുടെ ഫാദർ പരാതി കൊടുത്തിട്ടുണ്ട്, അയാൾ ഒന്നും അന്വേഷിച്ചില്ലല്ലോ. ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ വേണം, സാമ്പത്തികം വേണമെന്നല്ലാതെ സമൂഹത്തിനോട് കടപ്പാടില്ലാത്ത കുറേ അധ്യാപകരാണ്. കുറേയൊക്കെ നല്ല ആൾക്കാരുണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ആ സ്കൂളിലെ ലീഡറായ ഒരു ടീച്ചർ പറഞ്ഞാൽ ആ കുട്ടികളെല്ലാം നിശബ്ദരാകുമായിരുന്നു നേരത്തെ. ഇപ്പം എന്താണ്? അവർക്ക് മാതൃകയുള്ള ഒരു ടീച്ചർമാരും അവിടെയില്ല. മുദ്രാവാക്യം വിളിച്ച് സംഘടിച്ച് ആ കോളേജിൻ്റെയും സ്കൂളിൻ്റെ പരിസരത്തൂടെ മുദ്രാവാക്യം നടക്കുന്ന സാറുമാരെയാണ് കാണുന്നത്.
അതല്ലല്ലോ നമ്മൾ ഗുരുശിഷ്യ ബന്ധം എങ്ങനെയാണ് അത് നിലനിർത്താൻ അധ്യാപകർക്ക് സാധിക്കുമല്ലോ. ആധുനിക യുഗത്തെ ചിന്തകൾ എടുത്തിടും, അല്ലെങ്കിൽ രാഷ്ട്രീയം എടുത്തിടും, അങ്ങനെ പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം നിന്ന് ഒഴിയാണ്. ശമ്പളം നല്ലതായിട്ട് വാങ്ങിക്കുന്നുണ്ടല്ലോ, അവരുടെ ഉത്തരവാദിത്വം അവർ ചെയ്യുക. അപ്പം നമ്മൾ ഈ സ്കൂളിലും കോളേജിലും നടക്കുന്ന ഒന്നും വേണ്ടല്ല. പൂക്കോട് ഉണ്ടായ എന്താണ്, അവിടുത്തെ അധ്യാപകർ ആ പയ്യനെ അവിടെ ഇട്ട് പീഡിപ്പിച്ച് കൊന്നിട്ട് അവിടുത്തെ അധ്യാപകരും പ്രിൻസിപ്പളും അവിടുത്തെ എല്ലാവരും ഒറ്റക്കെട്ടായ കൊച്ചിന് എതിരായിട്ട് നിന്ന ഇതാണ് നടക്കുന്നത്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ആരുടെ കുഴപ്പമാണ്? ഞാൻ അതുകൊണ്ടാണ് ഈ അധ്യാപകരെ കുറ്റപ്പെടുത്തുന്നത്. കാരണം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്ന സംഘടനാ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സംഘടന അവരുടെ കയ്യിലുണ്ട്. ഇവരെയൊക്കെ പണിഷ് ചെയ്യണ്ടേ? അവരുടെ ജോലി അവർ ചെയ്യുന്നത് ഇങ്ങനെയാണോ? നമ്മൾക്ക് ഇന്ത്യയുടെ പാരമ്പര്യം ഇവർ മറന്നുപോയോ? എന്താണ് നമ്മൾ പണ്ടത്തെ കാലത്ത് അന്നത്തെ ഗുരുവിൻ്റെ വീട്ടിൽ പോയി കിടന്നാണ് പഠിക്കുന്നത്. നമ്മൾ ഇപ്പം അധ്യാപകനെ തല്ലുന്ന വിദ്യാർത്ഥികളാണ്. അവനോട് എന്ത് കാണിക്കാൻ? അവനെ നമ്മൾക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കണ്ട, സമൂഹത്തിൽ നിന്ന് പുറത്താക്കണ്ട അവനെ. അതെന്താണ് നമ്മളത് ചെയ്യാത്തത്? ഇതാണ് ഇവർക്ക് വളം വെച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ SFIയും അല്ലെങ്കിൽ KSU എന്ന് പറഞ്ഞ സംഘടനകളുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ട്. ആ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപകരുണ്ട്. എന്തിനാണ് അധ്യാപകർ ഈ കുട്ടികളെ പേടിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഞാൻ കുറേ പിള്ളേരെ കൊണ്ടവനാ സിറ്റിയിലെ CA SI ആയിരിക്കുന്ന സമയത്ത്. കാരണം അവിടുത്തെ എറിയിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരായി ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് കോളേജിനകത്ത് നിൽക്കുന്നത്. യവന്മാർക്ക് എന്തിനാണ് കോളേജിനകത്ത് വരേണ്ട ആവശ്യം? അപ്പം കാര്യങ്ങൾ സമൂഹം നമ്മുടെ കുട്ടികളെല്ലാം കൈവിട്ടു പോയത് ഇവർ പഠിപ്പിക്കുന്ന അധ്യാപകരും. ആ അധ്യാപകർ ഓരോ സ്കൂളിലും കോളേജിലും ഇടിമുറി ഉണ്ടല്ലോ, അതാരാണ് അനുവദിച്ചു കൊടുക്കുന്നത്? അവിടുത്തെ പ്രിൻസിപ്പളും സാറുമാരും അല്ലേ? എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചോട്ട് ആ ഇടിമുറി അവർ അടിച്ച് നിരപ്പാക്കിയില്ല, അല്ല അവിടെ റെയ്ഡ് ചെയ്തില്ല? ആർക്കും കഴിയില്ല. അപ്പോൾ ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിഭാഗം ആൾക്കാർ എല്ലാ കോളേജിലും സ്കൂളുകളിലും ഉണ്ട്. സമൂഹത്തിനോട് കടപ്പാടില്ല. അധ്യാപകരല്ലേ നമ്മൾ ഈ സമൂഹത്തിലെ നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ടൊക്കെ നമ്മൾ അപ്പനും അമ്മയും തിരക്കും ബഹളം കാരണം അവർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ നല്ല മാതൃകകൾ പഠിച്ച് കുട്ടികൾ വരും എന്ന് കരുതുന്ന അവിടെ ഡ്രഗ്സ് അടിക്കുന്ന എത്ര അധ്യാപകരുണ്ട്? ആ അധ്യാപകരെ പിരിച്ചു വിട്ടിട്ടുണ്ടോ കേരളത്തിൽ? ഒരു സ്കൂളിൽ 1-2 പേര് ഡ്രഗ്സ് അടിക്കുന്നവർ മദ്യപാനികളാണ്. ഞാനിവിടെ ആർട്സ് കോളേജിൽ അവിടെ ഇത് പലതും എനിക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ PTA പ്രസിഡൻ്റായിരുന്നു. പല അധ്യാപകരും മദ്യപിക്കുന്നതാണ്, ക്ലാസ്സിൽ കയറില്ല. ഇതൊക്കെ നോട്ട് ചെയ്യാനായിട്ട് ഇവിടെ ആരുണ്ട്? അവരുടെ അധ്യാപക അല്ലെങ്കിൽ സംഘടനകൾ അതിന് വളം വെക്കുകയാണ്. ഇവിടെ DPI ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ പണി എന്താണ്? ഇതൊക്കെ അല്ലേ അപ്പം നിയമത്തിൻ്റെ അല്ലെ അധികാരത്തിൻ്റെ അല്ലെ സംഘടനയുടെ സ്വാതന്ത്ര്യം വെച്ച് ഇവരെ ഒന്നും തൊടാനേ പറ്റൂല. സമൂഹം ഇതിൽ അപ്പുറത്തോട്ട് സഞ്ചരിക്കും. ഇപ്പം തന്നെ ആ കൊച്ചിൻ്റെ മാനസിക വളർച്ച ശരിയല്ല എന്നാണ് ഞാൻ പറയണത്. 5 പേരെ കൊന്നു, 6 അമ്മയും കൊല്ലാൻ ശ്രമിച്ചു. അപ്പം ആ മാനസിക വളർച്ച എങ്ങനെയുണ്ടായി? സ്കൂളുകാരും അറിഞ്ഞില്ല, ആ വീട്ടുകാരും അറിഞ്ഞില്ല. അയാൾ 15 വയസ്സ് മുതൽ അങ്ങനെയാണ്. വിദ്യാഭ്യാസത്തിന് യാതൊരു യോഗ്യത ഇല്ലാത്തവർക്കെല്ലാം ഇപ്പം സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ട്. എല്ലാവരുടെയും പേരിൻ്റെ മുമ്പിൽ ഡോക്ടറേറ്റും PhD ഉണ്ട്. എന്തിനാണ് ഇങ്ങനെ PhD? സമൂഹത്തിന് ഉപകാരമില്ലാത്ത PhD എന്താണ്? അപ്പോൾ ഇതൊക്കെ കൊണ്ട് നടക്കുന്ന ഒരു സമൂഹമായി അധപ്പതിച്ചു പോയി നമ്മുടെ സൊസൈറ്റി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികളെ രൂപപ്പെടുത്താനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ള അധ്യാപകർ അവർ വികലമായ മനസ്സിൻ്റെ ഉടമകളാണെന്നാണ് ഞാൻ പറയുന്നത്. അവർക്കൊന്നും ഇതിന് നേരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ 2 തലമുറ നശിച്ചു പോയി. ഇപ്പോഴത്തെ കുട്ടികളുടെ പേരൻസിൻ്റെ തലമുറയും നശിച്ചു പോയി. അതുകൊണ്ട് അതിൻ്റെ അനുഭവം, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിലും കുട്ടികൾ റിബലായി വന്നു. കാരണം അപ്പനും അമ്മയും ബഹുമാനിക്കുന്ന കുട്ടികൾ, അപ്പനും അമ്മയും എന്തു ചെയ്യും? അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം അവർ ലിവിങ് ടൂതറിലോട്ട് അപ്പം വേറെ സ്ഥലത്ത് പോകും. ഇതെല്ലാം കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുക. മാതൃകാപരമായ ഒരു കുടുംബജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നല്ല കുട്ടികളും അവർ നല്ലതായിട്ട് ട്രെയിൻ ചെയ്ത് വരികയുള്ളൂ. അതിനുള്ള സംവിധാനം കേരളത്തിലില്ല. അവിടെയാണ് പ്രശ്നങ്ങൾ. ഇതിലും വർഷമായിട്ട് പോകും. ഇപ്പം ദൈനംദിനം 1-2 കൊലപാതകങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടായിരിക്കുന്നത്. മകൻ അപ്പനെ വെട്ടിക്കൊല്ലുന്നു, അപ്പനും അമ്മയും കൂടെ അമ്മയും കൊല്ലുന്നു, അതുപോലെ സഹോദരനെ വെട്ടിക്കൊല്ലുന്നു. എന്താണ് കേരളത്തിൽ ഒരു മാനുഷിക മൂല്യം? ശരിയാണ് ശ്രീമതി മീര ഹരികൃഷ്ണൻ. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് പഠനത്തിനപ്പുറം അല്ലെങ്കിൽ പാഠ്യപദ്ധതിക്കപ്പുറം വിവരങ്ങളുടെ സമാഹരണം പല വഴിക്ക് കിട്ടുന്ന കാലമാണ്. മൊബൈൽ ഫോൺ അവിടെ നിൽക്കട്ടെ, അതിനപ്പുറം ക്ലാസ് മുറികളിൽ, അതിന് പുറത്ത് ബസ്സുകളിൽ ഒക്കെ കിട്ടുന്ന അറിവുകൾ, അത് നേരായ അറിവുകൾ എന്ന അർത്ഥത്തിലല്ല, ആ അറിവുകളുടെ സമാഹരണം
അവർ ഉള്ളിലൊതുക്കുന്നു, അതിന് മറ്റു വഴികൾ തേടുന്നു. അപ്പോൾ തുറന്നു പറയാത്ത മക്കളാണോ, മക്കളെ തിരിച്ചറിയാത്ത രക്ഷകർത്താക്കളാണോ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ വലിയ തെറ്റുക? തീർച്ചയായും അതിലൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്, ചൂണ്ടിക്കാണിച്ചത്. എന്റെ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം, ഒരു 16 വയസ്സുള്ള പെൺകുട്ടി എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, എനിക്ക് തുറന്ന് സംസാരിക്കാൻ വീട്ടിൽ ആരുമില്ല. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്, മുത്തശ്ശിയുണ്ട്. അപ്പൊ ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബത്തില് അപ്പം മോളെന്താ അവരോട് സംസാരിക്കാത്തെ എന്ന് ചോദിച്ചപ്പോ ആ കുട്ടി എന്നോട് എടുത്തടിച്ച് പറഞ്ഞാണ്, അവർക്കാർക്കും എന്നോട് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് സീരിയൽ കാണുകയാണോ, എന്താണ്? അപ്പൊ അച്ഛൻ വൈകിയാണ് ജോലി കഴിഞ്ഞ് വരുന്നത്, 9 മണിയൊക്കെ ആകും. അപ്പൊ അച്ഛൻ നേരെ ഫുഡ് കഴിച്ച് മൊബൈലുമായിട്ട് അച്ഛൻ മുറിയിലേക്ക് പോകും. അപ്പോ അനിയന് ഒരു ഗെയിമൊക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ്, അവൻ ബിസിയാണ്. അപ്പം ആകെ ഉള്ളത് മുത്തശ്ശിയാണ്. പിന്നെയും അല്പസ്വല്പമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം TV എടുത്ത് മുത്തശ്ശിയുടെ മുറിയിലേക്ക് കൊടുത്തു. അപ്പം മുത്തശ്ശിക്ക് അത് കാണലാണ് പ്രധാന ഹോബി. അമ്മ പിന്നെ അമ്മയെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കുട്ടിയുടെ അവസ്ഥ. അപ്പൊ അമ്മ പറഞ്ഞു, ഞാൻ സീരിയലോ മറ്റു കാര്യങ്ങളോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാണാറില്ല, ഞാൻ ഇതൊക്കെ ഒഴിവാക്കി. പക്ഷെ കുട്ടി അപ്പൊ അമ്മയുടെ മുന്നിൽ ഇരുന്ന് തന്നെ നമ്മളോട് സംസാരിച്ചാണ്. അമ്മ ശരിയാണ്, സീരിയലൊന്നും കാണാറില്ല, അല്ലെങ്കിൽ ഒരുപാട് പരിപാടികളൊന്നും കാണാറില്ല. പക്ഷെ അമ്മ ഒരു ഫോൺ കോൾ ചെയ്തു തുടങ്ങിയാൽ ഒരു 2-2.5 മണിക്കൂറോളമാണ് വൈകുന്നേരങ്ങൾ, അതായത് സന്ധ്യ കഴിഞ്ഞ് കുട്ടിയുടെ ക്വാളിറ്റി സമയം എന്ന് നമ്മളൊക്കെ പറഞ്ഞു വെക്കുന്ന, അവൾക്ക് ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ നിന്നാകട്ടെ അവളെ കേൾക്കാനും അല്ലെങ്കിൽ അവക്ക് പറയാനും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണ് അപഹരിക്കപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നിരവധി, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്നത്. പക്ഷെ പേഴ്സണലി ഈ പേരൻസിനോടാണെങ്കിലും അവളെ ചുറ്റിയുള്ള മറ്റാളുകളോടാണെങ്കിലും അവരെ ചുറ്റിപ്പറ്റിയുള്ള മറ്റാളുകളോടാണെങ്കിലും സംസാരിക്കുമ്പോൾ അവര് നമ്മളോട് പറയുന്നത്, കുട്ടിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു, അവർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് വേണ്ടിയുള്ള സമയം കണ്ടെത്തുന്നതിൽ ഒരു വലിയ പരാജയം തന്നെ ആകുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങൾ എന്നുള്ളത് കൂടിയാണ്. പിന്നെ ഒരു പരിധി വരെ നമുക്ക് ശരിയാണ്, അധ്യാപകരെ മാത്രമായി നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. എല്ലാ മേഖലകളിലും ഈ ഒരു മൂല്യച്യുതി വന്നു പോയിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് ഇത്തരം തുടർച്ചയായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. മാനസികാരോഗ്യ മേഖല കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും അത് ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എപ്പോഴും മനസ്സിലാകുന്നത്. ഈ സന്തോഷത്തിലും സങ്കടത്തിലും മദ്യത്തിന് പിന്നാലെ പോയിരുന്ന ഒരു നാടാണ് കേരളം. ഇപ്പോൾ അത് ലഹരിക്ക് പിന്നാലെയായി, ലഹരിയുടെ പല തലത്തിലേക്കുള്ള യാത്രയായി അത് മാറി. ഈ സന്തോഷത്തിലും സങ്കടത്തിലും ലഹരിയെ കൂട്ടുപിടിക്കുന്നു കേരളം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം ഇപ്പം സമൂഹത്തിലെ ഓരോരോ സ്കൂളിലായാലും കോളേജിലായാലും സംഘടനകളായാലും ശരി, അവർ മാസം മാസം എന്തെങ്കിലും ഒരു പ്രോഗ്രാം വെച്ച് അതിൻ്റെ അവസാനം കുറേ മദ്യപാനമാണ്. അതാണ് ഈ സന്തോഷത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഓരോരോ സമയത്തും നമ്മൾ അവസാനം സ്വീകരിക്കുന്ന മാർഗം. കാരണം പല പല പ്രോഗ്രാമുകൾ നടക്കുന്നെങ്കിലും അവിടെ എല്ലായിടത്തും മദ്യമുണ്ട്. മദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മദ്യത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് സർക്കാർ ശ്രമിക്കേണ്ടതിന് പകരം കൂടുതലും മദ്യഷാപ്പുകളും കൂടുതലും ബാർ ഹോട്ടലുകളും മദ്യനയം വേറെ പണം ഉണ്ടാക്കാനായിട്ട് ആളെ കുടിപ്പിച്ച് ആ പണം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് ഒഴുക്കുകയാണ്. അതേസമയത്ത് മെഡിക്കൽ രംഗത്ത് നമ്മൾ ആലോചിക്കണം, ഇത് കുടിച്ചും കൂത്താടിയും ഇവിടെയുള്ള ആരോഗ്യം ക്ഷയിച്ച് അവർ ഹോസ്പിറ്റലിൽ പോയി, സർക്കാരിൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര കോടി രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ തന്നെ നശിപ്പിച്ച് അത് ചികിത്സിക്കുകയും തുടങ്ങിയിരിക്കുകയാണ്. വ്യത്യസ്തമായ ചിന്താഗതികളാണ് ഭരണ നേതൃത്വത്തിലുള്ളവർ. അവർ ഈ മദ്യത്തിന് വേണ്ടിയിട്ട് അവർ മാക്സിമം മദ്യത്തിന് വേണ്ടി ലൈസൻസ് കൊടുത്ത് മദ്യത്തിന് വിറ്റ് കാശു ഖജനാവി കൊണ്ടുവരികയും അതിൻ്റെ ഇരട്ടി ഇവിടെ ക്യാൻസർ രോഗികൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് കേരളത്തിലാണെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മുടെ പഴയ കാലത്തുള്ള നമ്മൾ സ്വീകരിച്ച ആ ഭക്ഷണ പദാർത്ഥം നമ്മൾ മാറി. ഇപ്പം കുട്ടികൾക്ക് കേരളത്തിൽ എല്ലാവരും ചോദിച്ചാൽ അവർക്ക് 3 ഭക്ഷണമാണ്. ഒന്ന് കുഴിമന്തി, നമ്മളിപ്പം കണ്ടല്ലോ, ഇവിടുത്തെ ആ ഒരു കൊച്ചിനെ, അവന് കുഴിമന്തി കിട്ടി കഴിഞ്ഞാൽ അവന് എല്ലാ കാര്യങ്ങളും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ കഴിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള
ചില പദാർത്ഥങ്ങൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ക്യാൻസർ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് അതിലേക്ക് അഡിക്ഷനായി പോയി മലയാളികളെ. എവിടെ നിങ്ങൾ നോക്കിക്കോളൂ, അവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഇറച്ചിയും മീനും മാത്രമല്ല വെയിറ്റേറിനൊക്കെ അതിനെപ്പറ്റി സങ്കല്പിക്കാൻ കൂടി കഴിയത്തില്ല. അതിനകത്ത് ചേർക്കുന്ന ചേരുവകളെല്ലാം അഡിക്ഷനായി മാറുന്നതാണ്. എല്ലാ കോളേജിലും സ്കൂളിലും ഐസ്ക്രീമും മറ്റേതും മറിച്ചതൊക്കെ കഴിക്കുന്നുണ്ട്. അതിനകത്തൊക്കെ ചേരുന്ന അഡിക്ഷൻ ഈ ഡ്രഗ്സിൻ്റെ പല വകഭേദങ്ങളും അതിൻ്റെ അകത്ത് ചേരുകയാണ്. അപ്പോൾ ഇതിനൊക്കെ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. കാരണം അത് വലിയ ഒരു കഠോരമായ പ്രവൃത്തി തന്നെയാണ്, സംശയമൊന്നുമില്ല. മലയാളി ഇതിലൊക്കെ ലഹരി പോലെ ഭക്ഷണത്തിലും അഡിക്ഷനായി അതിൽ നിന്നുണ്ടാക്കുന്ന രോഗങ്ങളുടെ മൊത്തമായി നമ്മൾ നോക്കിയാൽ അതിൽ നിന്ന് വളരെയധികം രോഗങ്ങൾ മലയാളിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മലയാളിയുടെ നമ്മുടെ പഴയ കാലഘട്ടത്തെ കപ്പ ചക്ക അങ്ങനെയുള്ള മലയാളിയുടെ പഴയ കാലത്തെ ആ ഭക്ഷണങ്ങൾക്കൊന്നും ഇപ്പോൾ സ്ഥാനമില്ല. അന്ന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ക്യാൻസർ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, അതുപോലെ ഇപ്പം 40-45 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഭക്ഷണരീതി മാറിയ ശേഷം അവർക്ക് അത് ഒരു ഹാർട്ട് അറ്റാക്കിലേക്കോ അവർക്ക് പല പല രോഗങ്ങളിലേക്കോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് ആരോഗ്യപരമായ രംഗത്തും നമ്മൾ ആദപ്പതിച്ചു പോയി, വിദ്യാഭ്യാസ രംഗത്തും ആദപ്പതിച്ചു പോയി. അതുപോലെ തന്നെ സമുദായത്തിൻ്റെ കെട്ടുറപ്പ് തകർന്ന് തരിപ്പണമായിപ്പോയി. ഇവിടുത്തെ ലിവിങ് ടുഗദർ അത് പല വീട്ടിലും കുട്ടികൾക്കും അറിയാം, അപ്പനും അമ്മയായിട്ടുള്ള അവരുടെ അസ്വാരസ്യങ്ങളും അറിയാം, അവർ വേറെ ചിലരുമായിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രത ആ കെട്ടുറപ്പ് നശിച്ച് നമ്മുടെ തലമുറ മുഴുവൻ കണ്ടു. അതാണ് ജീവിതമെന്ന് കരുതി അവരും ആ രീതി പോവുകയാണ്. 10 വയസ്സ് 11, 12 വയസ്സുള്ള കുട്ടികൾ എന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് എന്താണ് അത്ര നിരാശ? അപ്പോൾ അതൊക്കെ നമ്മൾ സ്വായത്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു 10 വയസ്സുകാരി ഞാൻ അന്തിച്ചു പോയി. 10 വയസ്സേ ഉള്ളൂ. വാളയാറിൽ നമ്മൾ കണ്ടല്ലോ എന്താണ് അവിടുത്തെ 2 കുട്ടികൾ, അത് 11 വയസ്സ് 10 വയസ്സുള്ളൊരു കുട്ടി ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ മോന്താഴത്തിലൊന്നും ആ കുട്ടിയുടെ കസേര ഇട്ടാലും കൈ എത്തൂല. അപ്പം സമൂഹം കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ക്രിമിനാലിറ്റി എല്ലാ സ്ഥലത്തും രംഗപ്രവേശം ചെയ്തു. എവിടെയെങ്കിലും പണം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കൈയിട്ട് വരുന്ന സർക്കാർ ജീവനക്കാരും അത് കൈയിട്ട് വീഴുന്ന സൊസൈറ്റികളും മാത്രമായിട്ട് നമ്മൾ കണ്ടു. മലയാളി ഇന്നും പഠിച്ചിട്ടില്ല. കാരണം മലയാളിക്ക് ഒരു ജീവിതത്തിലെ പലിശ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയുള്ള ആർത്തി. കാരണം നമുക്ക് വരുമാനമില്ലാത്ത ഒരാൾ ഒരു 50-60,000 രൂപയുടെ മൊബൈൽ കൊണ്ടുവന്നത് ഒരു വരുമാനം കാണും, കൂലിപ്പണിക്കാരൻ. പക്ഷെ കയ്യിരിക്കുന്ന മൊബൈൽ 60,000-70,000 രൂപയാണ്. ഈ കൂലിപ്പണി ചെയ്യുന്ന ആളായാലും ശരി ഒരു കാറ് വാങ്ങിക്കും. അതുപോലെ വരുമാനമില്ലെങ്കിലും വലിയ കെട്ടിടം വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതെല്ലാം പണം അടയ്ക്കാതെ വന്നു കഴിഞ്ഞ് കുടുംബം ഒന്നടച്ച് ആത്മഹത്യ ചെയ്യും. എന്നിട്ട് അവരുണ്ടാക്കുന്ന പണം വലിയ പലിശ മോഹിച്ച് പല സ്ഥലത്തും കൊണ്ടുപോയിട്ട് അവർ തട്ടിച്ചുകൊണ്ട് പോയി അവരും ഇവരും ആത്മഹത്യ ചെയ്യും. ഇതൊക്കെ മലയാളിയുടെ ഈ ലോകത്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഫ്രോഡ് കാണിച്ച് പണം ഉണ്ടാക്കാൻ മലയാളിക്ക് നന്നായിട്ട് അറിയാം. അതിനകത്ത് എന്ന് ചേരുന്നതും ഈ ഫ്രോഡ് മോഹം ഉള്ളവരൊക്കെ തന്നെ. അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന ആരും ഇതുപോലെ എവിടെയെങ്കിലും ഡിപ്പോസിറ്റ് ചെയ്യാനും പറ്റില്ല. അവർക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റില്ല. അത് മലയാളികളുടെ ഈ കോവിഡ് എന്ന വലിയൊരു പ്രതിസന്ധിയെ ആദ്യമായി നമ്മൾ നേരിടുന്നു, കൃത്യമായി അതിജീവിക്കുന്നു, വിജയിച്ചു വരുന്നു. അതൊരു പകർച്ചവ്യാധിയായിരുന്നു. നോക്കൂ, ഇവിടെ ലഹരി എന്ന പകർച്ചവ്യാധിക്ക് മുന്നിൽ നമ്മൾ അമ്പയെ പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? എവിടെയാണ് പിഴയ്ക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ്, ഇവർക്ക് പണ്ട് ഇവരുടെ ഒരു സർക്കിള് വളരെ ചെറുതായിരുന്നു. പക്ഷെ ഇപ്പോ ഇവർക്ക് അതിനുള്ള ആക്സസ് വളരെയധികം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവരുടെ സർക്കിള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പിയർ ഗ്രൂപ്പ് ആയിരുന്നു അവരുടെ ഒരു ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കൂടുതലും കണ്ടുവരുന്നത് പിയർ ഗ്രൂപ്പിനപ്പുറം ഇവരുടെ ബന്ധങ്ങളൊക്കെ വളർന്നു. ശരിയാണ്, നമ്മൾ നോക്കുമ്പോൾ കുട്ടികള് ഒരു പൊട്ടക്കിണറ്റിലെ തവളകളല്ലാതെ അവരുടെ ലോകം വിശാലമാവട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള ഒരു മുൻകരുതലും നമ്മുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും ചെയ്യുന്നത്.
ഇവരുടെ ആക്സസ് വലുതായി, ഇവർക്ക് വിശാലമായ ഒരു ലോകത്തേക്ക് ഇവർ പെട്ടെന്ന് തുറന്നു വിടപ്പെടുകയാണ് ചെയ്തത്. പ്രത്യേകിച്ചും ഈ കോവിഡ് കാലം അതിനൊരു ഒരു സമയം കൂടിയായിരുന്നു. കാരണം സോഷ്യൽ മീഡിയ ആണെങ്കിലും മൊബൈലിന്റെ ആണെങ്കിലും ഒക്കെ ബന്ധം ഉപയോഗിച്ചും അല്ലാതെയും ഒക്കെ ഇവര് ഒരുപാട് ഇവരുടെ വിശാലമായ ലോകത്തേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഏതെടുക്കണം, ഏത് പിക്ക് ചെയ്യണം, ഏതെടുക്കണ്ട എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇവർക്ക് ഉണ്ടായി. കാരണം ഇപ്പം മൊബൈൽ ഫോൺ വേണം എന്നുള്ളവർക്ക് ഈസി ആയിട്ട് അത് ലഭ്യമാക്കാൻ ചുറ്റും വലിയൊരു ലോകം അവർക്കുണ്ട്. ഇപ്പം ബൈക്ക് ഓടിക്കണം എന്ന് തോന്നിയാൽ അത് സമ്മാനമായി കൊടുക്കാനും അല്ലെങ്കിൽ അത് ഓടിക്കാൻ അനുവദിക്കാനും ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവർക്ക് സമൂഹത്തിലുണ്ട്. അപ്പൊ ഇവർ ഇതിലൊക്കെ അകപ്പെട്ടു പോകുന്ന ഒരു തലമുറ കൂടിയാണ്. അതുപോലെ തന്നെ ലവ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ലെസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക് കൂടി വരുന്ന ഒരു കാലഘട്ടമാണിത്. അതായത് പണ്ടൊക്കെ കുട്ടികളിലെ പ്രണയം വളരെ നിഷ്കളങ്കമായ പ്രണയത്തിൽ നിന്നും അവർ വഴിമാറി ഇപ്പോൾ അവര് ലെസ്റ്റ് എന്നൊരു കൺസെപ്റ്റിലേക്ക്, അതായത് ശാരീരികമായിട്ടുള്ള ആകർഷണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൂടി വരുന്ന ഒരു ഭീകരമായ കാഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് മാനസികമായ പിന്തുണ നൽകുന്ന ഒരു സമയത്ത് ആ കുട്ടി തന്നെ പറഞ്ഞതാണ്, ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് സന്തോഷം. ഒരു 16 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് കേട്ടത്, ഇതൊന്നും ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്താണ് ഒരു സന്തോഷം. മദ്യപിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് പോയത്. ശാരീരികമായ ആകർഷണം നടക്കാൻ പാടില്ലാത്ത ആ കുട്ടിക്ക് നടക്കുകയും നിരവധി മാനസിക പ്രശ്നങ്ങളിലൂടെ ആ കുട്ടി പോവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ആ കുട്ടിയുടെ ഒരു കൺസെപ്റ്റ് അങ്ങനെയാണ് വളർന്നു വന്നിരിക്കുന്നത്. മാനസിക നില ആ രീതിയിലാണ് വാർത്തെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു പിയർ ഗ്രൂപ്പിനും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പുറത്തുള്ള, ഞാൻ അന്വേഷിച്ചപ്പോൾ പുറത്ത് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആയിട്ടാണ് കണക്ഷൻ. അവരുടെ തരപ്പടിക്കാരല്ലാത്ത മുതിർന്ന വ്യക്തികൾ സമൂഹത്തിൽ ഇവരെ തേടിയിരിക്കുന്നു, ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മറന്നു പോകരുത്. അങ്ങനെ ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും നമ്മളോട് പറയാറുണ്ട്, കുട്ടികൾ തന്നെ തുറന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകുന്നത് ഇവര് സ്കൂളിലെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇവര് പോകുന്നു, ഒരു ഡേ ഔട്ടൊക്കെ പോയി തിരിച്ചു നേരെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വരുന്ന വേഷത്തിൽ തന്നെ വീട്ടിലേക്ക് കയറി പോകുന്നു. ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ തന്നെയുണ്ട്. അവർക്ക് ഇഷ്ടം പോലെ ടൈമാണ് അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നത്. ഏത് രീതിയിലും അടിച്ചു പൊളിക്കുക എന്നൊരു കൺസെപ്റ്റിലേക്ക് കൂടി ഒരു വിഭാഗം കുട്ടികൾ, എല്ലാവരെയും അല്ല ഞാൻ ഇപ്പോഴും പറയുന്നത്, ഒരു നല്ല വിഭാഗം കുട്ടികൾ ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കുക, അതൊരു തെറ്റായ ഒരു വഴിയിലൂടെ തന്നെ അവര് ചൂസ് ചെയ്ത് ഏതെങ്കിലും വിധേന ആസ്വദിക്കുക എന്നുള്ള ഒരു രീതിയിലൂടെ പോകുന്നുണ്ട്. അതിന് വീട്ടിൽ നിന്നൊന്നും പണം കിട്ടണം എന്നില്ല. പുറത്ത് സുലഭമായിട്ട് അവർക്ക് മറ്റു വഴികളിലൂടെ പണം കണ്ടെത്താനുള്ള നിരവധി മാർഗങ്ങളാണുള്ളത്. സമ്മാനങ്ങളായിട്ടും ഒക്കെ ഇത് കൈനീട്ടി കൊടുക്കാനായിട്ടും ഒരു വലിയ ശൃംഖല തന്നെ. ഒന്ന് വിശദീകരിച്ച് പറയാമോ? ഞാനിത് ചോദിക്കുന്നത്, ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ വന്ന മാറ്റം സമൂഹം അറിയണം. പലരും അത് അറിയുന്നില്ല. അറിഞ്ഞാൽ തന്നെ അത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല, കുട്ടികളെ പരിഗണിക്കുന്നില്ല. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. കുട്ടികൾ ഒരു വഴിതെറ്റിപ്പോകുന്ന കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിക്കുന്ന ഒരു തലത്തിൽ നിന്ന് സമൂഹം വഴിമാറിപ്പോവുകയാണ്. കാരണം വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എന്തിന്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ സമൂഹം ചോദിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് മാഡത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഈ കാര്യങ്ങൾ പറയാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കുണ്ടായ ഒരു അനുഭവമാണ്. നമ്മൾ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു പോയ ഒരു കുട്ടി തന്നെ ഒരു മുന്തിയ ഇനം കാറിൽ കയറി ഒരു മുതിർന്ന ഒരു പയ്യനോടൊപ്പം പോകുന്ന കാഴ്ച. അത് പണ്ടൊക്കെ ഒളിച്ചും പാത്തും ചെയ്തിരുന്നത് ഇപ്പൊ അവർക്ക് ആരെയും ഭയമില്ലാത്ത ഒരു കാലമായിട്ട് തന്നെയാണ്. ഭയം എന്നല്ല, ആരെയും ഭയക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്ത് അത്തരം കാഴ്ചകളെ, പരസ്യമായ ഇത്തരം കുട്ടികളുടെ പ്രവണതകളെ ചോദ്യം ചെയ്യാൻ സമൂഹത്തിന് അവകാശമില്ലാത്ത ഒരു കാലമാണെന്ന് കൂടി തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ ചോദിച്ചാൽ സദാചാര പോലീസ്, ആക്ടിവിസം, അത് ഒരു വലിയ പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഞാൻ എപ്പോഴും അധ്യാപകരോട് സംസാരിക്കുമ്പം തന്നെ അവരെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ചങ്ങലക്കിട്ടിരിക്കുകയാണ്.
അവരുടെ കൈകളെ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. കാരണം കടുപ്പിച്ചൊന്ന് നോക്കിയാൽ തന്നെ കുട്ടികൾ പ്രതികരിക്കുന്ന ഒരു കാലം കൂടിയാണ്. കേസ് കൊടുക്കാനാണെങ്കിലും ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ നമ്മൾ തന്നെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ അവര് തന്നെ തമാശ രീതിയിലാണെങ്കിലും ഭീഷണിപ്പെടുത്താറുണ്ട്, ഞങ്ങൾ ഇത് അറിയിക്കും. അപ്പൊ ഈ ഒരു രീതിയിൽ ഇതിനെ മിസ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. ബാലാവകാശ കമ്മീഷൻ വളരെ നമ്മൾ താല്പര്യത്തോട് കൂടെ തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ നിയമത്തെയും കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ നിയമവും എല്ലാം ഉള്ളത്. പക്ഷെ പലപ്പോഴും ഇത് നല്ല രീതിയിൽ തന്നെ ചൂഷണം ചെയ്യപ്പെടാറുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ അധ്യാപകർക്ക് എന്തിനാണ് തങ്ങൾ ഈ വേണ്ടാത്ത പണി തലയിലെടുത്ത് വെക്കുന്നത്, അല്ലെങ്കിൽ കുടുംബക്കാർ തന്നെ പലപ്പോഴും പറയാറുണ്ട്, നീ വേണ്ടാത്ത പണിക്കൊന്നും പോകരുത്, പഠിപ്പിക്കുക, തിരിച്ചു വരിക, അല്ലാതെ അവന്റെ ലൈഫിലേക്കോ അവരുടെ കാര്യങ്ങളിലേക്കോ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു രീതിയിൽ അവർക്ക് ഇൻഫർമേഷൻസ് വരാറുണ്ട്. ഞാൻ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് എന്നൊരു തോന്നല് പോകെ പോകെ എല്ലാവരിലേക്കും വരുന്നത്. അത് ഒന്നോ രണ്ടോ ആളുകളിലേക്കല്ല, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പണ്ടുള്ള കാലത്ത് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിന്നും ഇപ്പം വീട്ടിൽ ആളുകളുടെ എണ്ണം ചിലയിടത്ത് കാണാം, എന്നാൽ പോലും കുട്ടികൾ അവരിൽ നിന്നൊക്കെ അകന്നു മാറി പോകുന്നതായിട്ടും കാണാറുണ്ട്. അവനവനിലേക്ക് ചുരുങ്ങി സ്വാർത്ഥ ലാഭം അല്ലെങ്കിൽ സെൽഫിഷ്നെസ് കൂടി വരുന്ന ഒരു കാലഘട്ടം, ഞാൻ എന്റെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള ഒരു ലോകത്തിലേക്ക് പോയതും കുട്ടികളെ ഈ തരത്തില് പുറത്തേക്ക്, വീട്ടിൽ ചായ കിട്ടിയിട്ടില്ലെങ്കിൽ പുറത്തു പോയി ചായ കുടിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് പിള്ളേരുടെ മനസ്സും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അധ്യാപകര് എപ്പോഴും ചില സമയങ്ങളിൽ അവര് എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. പലപ്പോഴും കൈകാലുകൾ കെട്ടിയിട്ടിരിക്കുന്നു എന്ന് തന്നെ അവർ പറയാറുമുണ്ട്. കാരണം പലപ്പോഴും അധ്യാപകർക്കെതിരെയുള്ള ചില കള്ളക്കേസുകളെങ്കിലും അവരെ അതിന് എന്തിനാണ് ഞാൻ വേണ്ടാത്ത കാര്യത്തിൽ ഇടപെടുന്നത് എന്നുള്ള തോന്നലിലേക്ക് നയിക്കാറുണ്ട്. അപ്പൊ പലപ്പോഴും ഭയമാണ് നിയമം ചില സമയത്ത് മിസ്യൂസ് ചെയ്യപ്പെടുന്നത്. പങ്കുചേരുന്നുണ്ട് ഡോക്ടർ അരുൺ ബി നായർ. ഈ ലഹരി ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് കുട്ടികളിൽ വരുത്തിയ മാറ്റം അനുഭവങ്ങളിലൂടെ അത്ഭുതപ്പെടുത്തിയത് എങ്ങനെയാണ്? കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ഈ പുതിയ തരം ലഹരികൾ, വ്യത്യസ്ത തരത്തിലുള്ള ലഹരികൾ, രാസലഹരികൾ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ വളരെ വ്യാപകമായിട്ട് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു സാഹചര്യം വരികയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുറെ നാൾ മുൻപൊക്കെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ലഹരി വസ്തുക്കളായി കരുതപ്പെട്ടിരുന്നത്. അത് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു, അയാളുടെ ഗന്ധം കൊണ്ടും അയാളുടെ ചലനങ്ങളുടെ സവിശേഷത കൊണ്ടും. പക്ഷേ ഈ ആധുനിക രാസലഹരികൾ ഉപയോഗിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാനോ കണ്ടെത്താനോ ബുദ്ധിമുട്ടാണ്. മദ്യം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയെ പിടിക്കാനും കണ്ടെത്താനും തിരിച്ചറിയാനും എളുപ്പമാണ്. പക്ഷെ രാസലഹരി ഉപയോഗിച്ച് ഇതേപോലെ വാഹനം ഓടിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ ഒരു സുരക്ഷിതത്വം തന്നെയാണ് ഒരുപക്ഷെ ഈ കൗമാരപ്രായക്കാരെയും യുവാക്കളെയും ഈ രാസലഹരിയിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തലച്ചോറിൽ മദ്യമോ സിഗരറ്റോ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഡോപ്പമിന്റെ വർധനവ് ഈ രാസലഹരികൾ ഉണ്ടാക്കുകയും പൊടുന്നനെ തന്നെ ഒരു തീവ്രമായ ഒരു ആഹ്ലാദ അനുഭൂതി ജനിപ്പിക്കാൻ അത് പ്രാപ്തമാക്കുകയും ചെയ്യും. പക്ഷെ അതിന് സമാന്തരമായി സംഭവിക്കുന്ന ഒരു കാര്യം, തലച്ചോറിന്റെ ആത്മനിയന്ത്രണത്തിന്റെ മേഖലകളെ അത് മന്ദീഭവിപ്പിക്കുകയും അതേ തുടർന്ന് എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ വളരെ രൂക്ഷമായി മാറുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന രണ്ട് കാര്യങ്ങൾ ഈ യുവതലമുറയുടെ സ്വഭാവത്തിൽ കഴിഞ്ഞ കുറെ നാൾ കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഒന്ന്, ഒരു സാമൂഹിക വിച്ഛേദനം, ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തലമുറയിലെ യുവാക്കൾക്ക് സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം സൗഹൃദങ്ങളായിരുന്നു. ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ജീവിത പരിസരങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇതൊക്കെ തിരിച്ചറിയാനും അതുവഴി ഒരു അനുതാപം വികസിക്കാനും അവരുടെ എല്ലാത്തരം ഇടപെടലുകളും പരസ്പര സഹകരണത്തിൽ അധിഷ്ഠിതമായ ഇടപെടലുകളായിരുന്നു. അത് കായിക മത്സരത്തിലാണെങ്കിലും ശരി, സാമൂഹ്യ പ്രവർത്തനത്തിലായിരുന്നെങ്കിലും ശരി. ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ഉപകരണത്തിലേക്ക് ചുരുങ്ങിക്കൂടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഒട്ടേറെ മാറ്റങ്ങൾ അവരുടെ സ്വഭാവത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ളതും കാണാം. മാത്രമല്ല, ഇത്തവണത്തെ പാർലമെന്റില് നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എക്കണോമിക് സർവേയിൽ മാനസികാരോഗ്യത്തിന്റെ പ്രസക്തിയെ ഊന്നി പറഞ്ഞിരിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്നത് വ്യക്തിയുടെ കാര്യക്ഷമത കുറയാനും സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത കുറയാനും രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ദോഷകരമായി ബാധിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കുട്ടികൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്ന മൂലം അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതുമൂലം ഉണ്ടാകുന്ന ഒരു എടുത്തുചാട്ട സ്വഭാവം, കഴിഞ്ഞൊരു തലമുറയിൽപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ തോന്നുകയും അത് സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു. ആ ഇടവേള കൊണ്ടുള്ളൊരു ഗുണം
മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം, ഈ രണ്ട് സാധ്യതകളുമായിട്ട് സമരസപ്പെടാൻ പൊരുത്തപ്പെടാൻ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. ഇന്ന് എല്ലാം ഇൻസ്റ്റന്റ് ആയതോടുകൂടി അതിവേഗതയിൽ ആഗ്രഹങ്ങൾ തോന്നുകയും അത് അതിവേഗതയിൽ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യുന്നൊരു ലോകമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്ന ആഗ്രഹം നിഷേധിക്കപ്പെടാം, നടക്കാതിരിക്കാം എന്ന സാധ്യതയുമായിട്ട് പൊരുത്തപ്പെടാൻ തലച്ചോറിന് കഴിയുന്നില്ല. അപ്പൊ ഒരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും പുതുമ തേടാനുള്ള ഒരു പ്രവണതയും ഒക്കെ യുവതലമുറയിൽ. മുൻപൊരിക്കൽ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ആലോചിക്കുകയാണ്. ഈ കോവിഡാനന്തര കാലം നമ്മൾക്ക് മറവി സമ്മാനിച്ചുവോ എന്നൊരു സംശയം എല്ലാവരിലും പരന്നിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ തലസ്ഥാനമേത്, അർജന്റീനയുടെ പതാക എന്ത്, ഇതൊക്കെ അറിയാൻ നമ്മളൊന്നും തലച്ചോറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതില്ല. 2 സെക്കൻഡ് കൊണ്ട് ഒന്ന് ഗൂഗിളിൽ കയറി ടൈപ്പ് ചെയ്താൽ കിട്ടും എന്ന തലത്തിലേക്ക് നമ്മൾ തന്നെ തലച്ചോറിനെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ ഓർമ്മിക്കേണ്ടതില്ല എന്ന സ്വന്തം തീരുമാനമാണ് മറവിയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ സാധ്യത കൂട്ടുന്നത്. സ്വാഭാവികമായി അതും ആധുനിക ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഒരു പാർശ്വഫലമായി നമ്മൾ എടുക്കാം, ദോഷകരമായ ഒരു പാർശ്വഫലമായിട്ട് തന്നെ എടുക്കാം എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ വളർച്ചയിൽ എപ്പോഴും ഓർമ്മകൾ ആണ് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. മുൻകാല അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, വിദേശ രാജ്യങ്ങളിലടക്കം നമ്മൾ ജീവിച്ചിട്ടില്ലാത്ത ജീവിത പരിസരങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളുടെ ജീവിത അനുഭവങ്ങൾ വായിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കി അതിൽ നിന്ന് സ്വായത്തമാക്കിയ അറിവുകൾ, ഈ അറിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഏത് വഴിക്ക് മുന്നോട്ട് നീങ്ങണമെന്നൊരു ദിശാബോധത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരുന്നു. പക്ഷെ ഇന്ന് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യകത ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ തലച്ചോറ് തുരുമ്പെടുക്കുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ തലച്ചോറിന് വ്യായാമം കുറയുമ്പോൾ സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യം സുഖങ്ങൾ തേടാനും സൗകര്യങ്ങൾ തേടാനും ഉള്ള ഒരു പ്രവണത വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ക്രിയാത്മകമായ ഒരു വ്യായാമത്തിലൂടെ അല്ലെങ്കിൽ ഒരു ബൗദ്ധികമായ വ്യായാമത്തിലൂടെ തലച്ചോറിലെ ഡോപ്പമിൻ കൂടുന്ന ഒരു സാഹചര്യത്തിന് പകരം എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഹെഡോണിസം എന്ന് പറയുന്ന ഒരു തത്വസംഹിതയുണ്ട്. ജീവിതത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് പരമാവധി സുഖഭോഗങ്ങളിൽ ആറാടുകയാണ്, എങ്കിലേ ജീവിതം അർത്ഥപൂർണമാവുന്നുള്ളൂ, അല്ലെങ്കിൽ ജീവിതം നിഷ്ഫലമാണ് എന്നൊരു തത്വചിന്തയാണ് ഈ ഹെഡോണിസം. ഈ ഹെഡോണിസം ഓരോ കാലഘട്ടത്തിലും നോക്കിക്കഴിഞ്ഞാൽ 50-60 കൊല്ലം കൂടുമ്പോൾ ആ രീതിയിലേക്ക് സമൂഹം എത്തുന്നത് കാണാം. 1960കളിൽ ഹെഡോണിസത്തിന്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് സാഹിത്യത്തിലും സിനിമയിലും സംഗീതത്തിലും ജീവിതശൈലിയിലും ഒക്കെ വളരെ പ്രകടമായി വന്നു. മയക്കുമരുന്നുകളുടെ ഉപയോഗം വ്യാപകമായി, അനിയന്ത്രിതവും അപകടകരവും സുരക്ഷിതമല്ലാത്തതുമായ ലൈംഗിക ബന്ധങ്ങൾ വ്യാപകമായി, അതിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആയിട്ട് സെലിബ്രിറ്റീസ് വരുന്ന ഒരു അവസ്ഥ വന്നു. 1981 അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിൽ 5 ചെറുപ്പക്കാർക്ക് HIV എന്ന ഒരു സംഗതി നിർണയിക്കപ്പെട്ടതോടുകൂടിയാണ് ആ ഹെഡോണിസ്റ്റ് സ്പ്രീ, ആ സുഖഭോഗങ്ങൾ തേടിയുള്ള ആ ഒരു ഓട്ടപ്പാച്ചിലിനൊരു അറുതിയായത്. ഇപ്പോൾ വീണ്ടും ഒരു തലമുറ മാറിക്കഴിഞ്ഞു, ഒരു 40 കൊല്ലത്തിലധികം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ഒരു ഹെഡോണിസ്റ്റ് സ്പ്രീയിലേക്ക് സമൂഹം പോകുന്നു. ഇതിലേക്ക് നമ്മളെ എത്തിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി കോവിഡും അനുബന്ധമായ ലോക്ക്ഡൌണുമാണ്. കാരണം ദീർഘകാല അടിസ്ഥാനത്തിൽ ജീവിതം ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിരുന്ന മനുഷ്യന് പെട്ടെന്ന് ഈ ഒരു കോവിഡ് അനുഭവത്തിൽ നിന്നൊരു തിരിച്ചറിവുണ്ടായി, ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ചുമൂടി ഇരിക്കേണ്ടി വരും. അപ്പോൾ ശിഷ്ടകാലം പരമാവധി ആഘോഷിക്കുക, ആസ്വദിക്കുക എന്നൊരു തരത്തിലേക്ക് യുവാക്കളുടെയെങ്കിലും ചിന്താധാര മാറി. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ആഘോഷങ്ങളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെയധികം അനിയന്ത്രിതമായ ആഘോഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരുന്നു. ലഹരി വസ്തുക്കൾ ആ ഒരു സ്ഥലത്താണ് സ്ഥാനം പിടിക്കുന്നത്. ആഘോഷമാകാം, അമിതമായ ആഘോഷമരുത്. ആവേശമാകാം, അമിതാവേശമാകരുത്. ആ സമൂഹത്തോട് അതിനെ ആഴത്തിൽ പഠിക്കുന്നവർക്ക് പറയാനുള്ളതും ഇതുതന്നെയാണ്. നമുക്കിനി നമ്മുടെ സംവിധാനങ്ങളിലേക്ക് കൂടി പോകണം. എന്തുകൊണ്ട് ലഹരി ഇങ്ങനെ വ്യാപിക്കുന്നു, ലഹരിയുടെ വിതരണ ശൃംഖല ഇങ്ങനെ വലുതാകുന്നു? ഒരു അതിഥി കൂടി ചേരുന്നു. ആ അതിഥിയെക്കുറിച്ച് പറയുമ്പോൾ 2 വാക്കധികം പറയാതെ വയ്യ. ലഹരിക്കേസിൽ മകൻ പിടിയിലാകുന്നു. മകനെ പിടിച്ച പോലീസിനെ അച്ഛൻ അഭിനന്ദിക്കുന്നു. മകൻ അച്ഛനുമായി സംസാരിക്കുന്നു. അതോടെ മകൻ ഒരു തീരുമാനമെടുക്കുന്നു. ആ മകനെ അച്ഛൻ ചേർത്തു പിടിക്കുന്നു. VSDP ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, മകൻ ചെയ്തത് തെറ്റാണ്, പോലീസ് ചെയ്തത് ശരിയുമാണ്. പക്ഷേ തെറ്റ് ചെയ്ത മകനെ തിരുത്താനും ചേർത്തു പിടിക്കാനും പോലീസിനെ അഭിനന്ദിക്കാനും ഒക്കെ കാണിച്ചു അങ്ങയുടെ മനസ്സ്. അതിനൊരു കയ്യടി ആദ്യം. തെറ്റ് കണ്ടയുടൻ നിരാകരിച്ചു പോകാതെ, മകൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് സമൂഹത്തോട് വിളിച്ചു പറയാതെ, ഒളിച്ചു കളിക്കാതെ, പോലീസിനെ കുറ്റപ്പെടുത്താതെ,
സത്യം തുറന്ന് സമ്മതിച്ച് മകനെ വളരെ പെട്ടെന്ന് നേർവഴിയിലേക്ക് നയിക്കാൻ കഴിഞ്ഞ ഒരു അച്ഛൻ എന്ന നിലയിലാണ് അങ്ങയെ അഭിനന്ദിക്കുന്നത്. മകൻ എന്തൊക്കെ പറഞ്ഞു? എൻ്റെ മകൻ 1 വർഷമായിട്ടേ ഉള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്. 27 വയസ്സുണ്ട്. എൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് താമസവും. എൻ്റെ മകനിൽ ഒരു ഭാവവ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പേ ആണ് ഇവർ കൂട്ടുകാരൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് പോവാറുള്ള പോലീസ് കൈ കാണിച്ച് നിർത്തി പിടിച്ചു. ഇതിൻ്റെ മകൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന നിവാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ പോക്കറ്റിൽ 1 ഗ്രാമോ അതിന് ചില്ലറയുള്ള എന്തോ MDM ഉണ്ടായിരുന്നു. പോലീസ് കൊണ്ടുവന്ന് പരിശോധിച്ച ഉടനെ തന്നെ അപ്പോൾ ആൾ ജാമ്യത്തിൽ വിട്ടു. ഞാനിത് അറിയുന്നില്ല, വിട്ടതിന് ശേഷമാണ് അറിയുന്നത്. അതിനുശേഷം വലിയ വാർത്തയായല്ലോ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ മകൻ പിടിയിൽ എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയായപ്പോൾ പലരും എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ മോൻ്റെ കൂട്ടത്ര ശരിയല്ല എന്ന് പറഞ്ഞു. ഞാനും അന്വേഷിച്ചു പെട്ടെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ നല്ല കൂട്ടുകാരല്ല. എൻ്റെ മോനും ചിലപ്പോൾ ഈ കൂട്ടുകാരെ അങ്ങോട്ട് ഇതുപോലുള്ളതിന് പ്രേരിപ്പിച്ചിരിക്കാം, അവർ തിരിച്ചും പ്രേരിപ്പിച്ചു. അതിവിടെ എൻ്റെ ഒരു തർക്ക വിഷയമല്ല. എൻ്റെ മോനെ രാവിലെ വിളിച്ച് 2-2.5 മണിക്കൂർ ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് ഇതിൻ്റെ ഭീകരത ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ പിള്ളേരിൽ ആണായാലും പെൺകുട്ടിയായിരുന്നാലും രണ്ടും ഒരുപോലെ ഈ ലഹരിക്ക് അടിമയാണ്. ഒരു മൊബൈൽ ഫോണിൽ ഒരു തുക 5000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 20 മിനിറ്റിനുള്ളിൽ ഒരു സ്ഥലം ഫോട്ടോ എടുത്ത് ആ ഫോണിൽ അയച്ചു കൊടുക്കും. 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ 20 മിനിറ്റിനകത്ത് ഫോട്ടോ അയക്കുകയും ലൊക്കേഷൻ അയക്കുകയും ചെയ്യും. ആരെന്ന് മനസ്സിലാക്കാൻ നോക്കില്ല. ഇതെൻ്റെ മകൻ പറഞ്ഞാണ്. ഇതിൽ കുറേ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർക്ക് 2-4 ദിവസത്തിനകത്ത് കൈമാറും. നമ്മുടെ നിയമവ്യവസ്ഥ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ഈ കോളേജുകളിൽ ഇത്തരത്തിൽ 12, 14, 15 വയസ്സും ഒക്കെ ഉള്ള സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഉള്ള കുട്ടികൾ തെറ്റുമ്പോൾ ഈ പോലീസിന് അല്ലെങ്കിൽ എക്സൈസിനെ അവിടെ ഒരു സ്പൈ വർക്കറെ പോലെ ആരെങ്കിലും അവർ ബന്ധപ്പെട്ട് വച്ചിരുന്നാൽ പോലും ഒരു ദിവസം 5 കേസ് പിടിക്കാം. ഇത് പിടിക്കാനൊന്നും താമസമല്ല. ഇത് കൊണ്ടുവരുന്ന ആളുകൾ എല്ലാം എൻ്റെ കൂടെ എൻ്റെ മകൻ പറഞ്ഞു. പലരും ഭയപ്പെട്ടത് പുറത്ത് പറയുന്നില്ല. എൻ്റെ മോൻ എൻ്റെ കൂടെ ഇന്ന് പറഞ്ഞത്, ഞാൻ ഇനി എൻ്റെ ജീവിതത്തിൽ ഇത് ഉപയോഗിക്കില്ല. ഞാനതിൽ അവൻ പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്നു. എൻ്റെ മോൻ ചെയ്ത തെറ്റ് തന്നെന്ന് ഞാൻ പറയാൻ കാര്യം, ഇതൊരു വിപത്താണ് കേരളത്തിൽ. ഇത്രയും ശ്രദ്ധാപൂർവം നടക്കുന്ന പൊതുപ്രവർത്തനം ചെയ്യുന്ന എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ അടുത്ത് ഈ ലഹരി ഓടിയെത്തിയെങ്കിൽ എത്രയോ ആളുകളുടെ വീടുകളിൽ ഇത് എത്തിക്കഴിഞ്ഞിരിക്കും എന്നുള്ള ഒരു ഭയാനകമായ ഒരു പേടിപ്പെടുത്തലാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ മോൻ്റെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ആ മനസ്സിലാക്കിയതിൽ നിന്ന് വളരെ ഭീകരമാണ്. എല്ലാ സ്ഥലത്തും 30 കിലോമീറ്ററിനകത്ത് 20 മിനിറ്റ് കൊണ്ട് ഏത് സ്ഥലത്തും ചോദിക്കുന്ന സാധനം ബൈക്കിൽ കൊണ്ട് വച്ചിട്ട് മാറിക്കളയുന്നു. ഇത് പോലീസിൻ്റെ മുന്നിലൂടെയല്ലേ? ഇത് പിടിക്കുവാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് കഴിയണ്ടേ? എല്ലാ കുട്ടികളെ നശിച്ച് നാനാവിശേഷമായി അച്ഛനെ കൊന്ന് ആ സഹോദരിയെ കൊന്നു, അങ്ങനെ കൊന്ന് നിരന്തരം വാർത്തകൾ സൃഷ്ടിച്ചു പോകുമ്പോൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിപത്ത് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ വിപത്തേ ഉള്ളൂ. കുട്ടികൾ, അടുത്ത തലമുറ വികൃതമായിട്ട് മദ്യപിച്ച് അല്ലെങ്കിൽ വഴിതെറ്റി പോകുന്നു. തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ കുട്ടികൾ കള്ളവെല്ലം ഒക്കെ കുടിച്ചാൽ എനിക്ക് അറിയാവുന്നുള്ളത്, ചാരായം കുടിച്ചാൽ ഞാൻ ദൂരെ വച്ചാൽ കണ്ടാൽ പറയാം അവൻ കുടിച്ചിരിക്കുന്നു നാറിന്. പക്ഷേ എൻ്റെ മോനിലൊരു ഗ്യാസും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അവൻ കഴിച്ചത് MDM ആയിരുന്നു. ഞാൻ MDM കണ്ടിട്ടില്ല. എൻ്റെ പൊതുപ്രവർത്തനം 62 വയസ്സിനിടയ്ക്ക് ഞാൻ ഈ ലഹരി വസ്തുക്കൾ കണ്ടിട്ടില്ല. എത്രയോ ആളുകളുടെ മക്കൾ വഴിയാതരമാകുന്നു പഠിക്കാൻ പോകുന്ന സമയത്ത്. എത്രയോ കുട്ടികൾ അറിയപ്പെടാതെ വീടുകളിൽ സുഖമായി ഉറങ്ങുന്നു. എൻ്റെ നാട്ടിൻ്റെ പരിസരം കള്ളിക്കാട് ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് അയക്കാൻ ആ പയ്യനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും പറഞ്ഞു, ഈ പയ്യൻ നല്ല പയ്യനാണ്, ഈ പ്രദേശത്ത് ഒരു വിഷയത്തിനും ഇല്ല, എപ്പോഴും വീട്ടിലുണ്ടാവുമെന്നാണ്. ഇപ്പോഴാണ് 1 മാസം ആവണുള്ളൂ. കല്യാണം കഴിച്ചയച്ചു 1 മാസമായി. ഇവൻ എപ്പോഴും വീട്ടിനകത്തിരിക്കാൻ കാര്യം ഇവൻ ഇതുപോലെ ലഹരി കഴിച്ചാണ് ഇരിക്കുന്നത്. കുട്ടിയെ കല്യാണം കഴിച്ചയച്ചു 1 മാസമേ ആയുള്ളൂ. ഈ കള്ളിക്കടത്തുള്ള എൻ്റെ ആ പാവപ്പെട്ട കുട്ടിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു.
ഇങ്ങനെ എനിക്ക് പറയാൻ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ഒരു മാസം പോലും കല്യാണം കഴിഞ്ഞാൽ ഒന്നിച്ച് താമസിക്കാതെ വേർതിരിച്ചോടേണ്ടി വരുന്ന സ്ഥിതി. ഈ സർക്കാരിന് ഇവിടെ ഇതിനപ്പുറം വേറൊരു പൗരുഷത്തിന് അന്വേഷിക്കാനിരിക്കണോ? ഈ പോലീസിൻ്റെയും എക്സൈസിൻ്റെയും സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഇറങ്ങിക്കൊണ്ടത് പരാജയപ്പെടുത്തണം. ഈ കിട്ടിയ വിവരങ്ങളെല്ലാം കൈമാറാൻ തയ്യാറാണ്. അത് വച്ച് ദിവസങ്ങളോളം ആ ഫയൽ വെച്ച് സൂക്ഷിക്കാനുള്ളതല്ല. തൻ്റെ ഇടമല്ല ഒന്നോ രണ്ടോ പോലീസ് ഓഫീസർ രംഗത്ത് വന്നാൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വാക്കുകൊടുക്കുന്നു, ഒറ്റയാഴ്ച കൊണ്ട് ഈ ജില്ലയിലെ എല്ലാവരെയും നമുക്ക് നുള്ളി പറക്കാം. ആരെയും അപകടപ്പെടുത്താനല്ല. എത്ര വലിയവനായാലും കുറ്റവാളിയെ നമുക്ക് കണ്ടെത്തണം. ഇത് കൊണ്ടുവരുന്ന ആളുകളെയൊക്കെ നമുക്ക് കണ്ടെത്തണം. ഏകദേശം ഒരു രൂപങ്ങളൊക്കെ കിട്ടി എൻ്റെ ഉണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഓഫീസർ. ഒരു അച്ഛൻ മകനിൽ നിന്ന് പഠിച്ച പാഠം ഉൾക്കൊണ്ട് ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു. മാതൃകയോ? ശ്രീ ജോർജ് ജോസഫ്. ശ്രീ ജോർജ് ജോസഫ്, അങ്ങേ കേൾക്കാമോ? അങ്ങയിലേക്ക് വരാം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, വളരെ പെട്ടെന്ന് ഈ ജോർജ് ജോസഫിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അങ്ങ് ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇത്തരത്തിലുള്ള 1000-ൽ കൂടുതൽ കുട്ടികളെ മോചിപ്പിച്ചിട്ടുണ്ട്. പലരും രക്ഷകർത്താക്കൾ എന്നെ കൊണ്ട് കുട്ടികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലുണ്ടായ അനുഭവം കൂടി വന്നപ്പോൾ എൻ്റെ കുട്ടി എന്നുള്ളല്ല, ആരുടെ കുട്ടികളായാലും കുട്ടി തന്നെ എനിക്കെല്ലാം മക്കൾ തന്നെ. അവർക്ക് വേണ്ടിയിട്ട് അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള നിരവധി പിള്ളേർ ഇതിനടിമയായിപ്പോയി. ആ കുട്ടികളെ കണ്ട് ഓരോരുത്തരെയായിട്ട് വിളിച്ച് ബോധവൽക്കരിച്ച് അവരുടെ ജീവിതത്തിൽ എൻ്റെ മകനെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരിക തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അതിനെ സ്നേഹത്തോടുകൂടി കുട്ടികളെ വാത്സല്യത്തോടുകൂടി അടുത്ത് വിളിച്ച് ഉപദേശിച്ച് ഞാൻ മോചിപ്പിക്കും. ഇത് കൊണ്ടുകൊടുക്കുന്ന ദുഷ്ടന്മാരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് സമ്പത്ത് നേടാൻ. അങ്ങനെ കോടീശ്വരനായിരിക്കാൻ ഇരിക്കുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി. ശരി, ഞങ്ങളിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, പ്രമുഖരുടെ മക്കൾ കഞ്ചാവ് കേസിൽ പിടിയിലായാൽ അത് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം, അവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തൽ, അവരെ മര്യാദ പഠിപ്പിക്കൽ, ഇത് കാണുന്ന ഈ പുതിയ കാലത്ത് മകനു പറ്റിയ തെറ്റ് കണ്ടുപിടിച്ച് അവനൊപ്പം ഇരുന്ന് സംസാരിച്ച് അവനെ ചേർത്തു പിടിച്ച് ഇനി ഇതാവർത്തിക്കാൻ പാടില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ഒരു പോരാട്ടത്തിനൊരുങ്ങുന്നു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന അച്ഛൻ. ആ വാക്ക് ഞാൻ അടിവരയിട്ട് പറയാൻ കാരണം ഇത് രാഷ്ട്രീയ വഴിയിലേക്ക് പോകേണ്ടതില്ല എന്നതുകൊണ്ടാണ്. ഈ അച്ഛനും മകനും ഒരു മാതൃകയോ? ശ്രീ ജോർജ് ജോസഫ്, നിങ്ങളുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ തകരാറുണ്ട്. ഡോക്ടർ അരുൺ ബി നായർ, പറയൂ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സമൂഹത്തിന് വളരെ മാതൃകയായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പലപ്പോഴും മാതാപിതാക്കൾ ഒരു നിഷേധ സമീപനം എടുക്കുന്നത് വ്യാപകമായിട്ട് കാണാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു പരാതി ആ കുട്ടികളെ കുറിച്ച് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരായിരിക്കാം. ഇങ്ങനെ ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അത് തന്റെ കുട്ടിയെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ട ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള മട്ടിൽ നിഷേധാത്മകമായിട്ട് ഉള്ള സമീപനം പൊതുവെ മാതാപിതാക്കൾ എടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും തുടക്കത്തിൽ തന്നെ ഏതെങ്കിലും ഒരു അധ്യാപകനോ ഏതെങ്കിലും ഒരു സമൂഹത്തിലുള്ള മറ്റൊരു വ്യക്തിക്കോ ഇത് ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ രക്ഷിതാവിനെ ഇത് അറിയിക്കുമ്പോൾ അന്നേരം തന്നെ ഇത് അർഹിക്കുന്ന ഗൗരവത്തോടെ കണക്കിലെടുത്ത് ആ കുട്ടിയെ വഴക്ക് പറയുകയോ ശാസിക്കുകയോ ഒന്നും ചെയ്യാതെ ആ കുട്ടിയോട് തുറന്ന് ഒന്ന് സംസാരിക്കാൻ രക്ഷിതാവിന് കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടി അടുത്ത ഒരു തലത്തിലേക്ക് പോകുന്നത് നമുക്ക് തടയാനായിട്ട് സാധിച്ചേക്കും. പക്ഷെ അതിന് തയ്യാറാകാതെ ഒരു നിഷേധാത്മകമായ ഒരു സമീപനത്തിൽ എന്റെ കുട്ടി ഇങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു സമീപനത്തോടു കൂടി പലപ്പോഴും മുന്നോട്ട് പോകുന്നതാണ്
സൂചി കൊണ്ട് എടുക്കേണ്ട വിഷയം പിന്നീട് തൂമ്പ കൊണ്ട് എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിക്കുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ തങ്ങളുടെ കുട്ടിക്ക് ലഹരി വസ്തു ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ, ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടിയാൽ എന്ത് ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാതാപിതാക്കൾക്ക് പൊതുവെ ആശയക്കുഴപ്പമുണ്ട്. അത് കുട്ടിയുടെ ഭാവിക്ക് ആരോഗ്യകരമല്ല, സമൂഹത്തിന്റെ മുൻപിൽ തന്റെ കുടുംബം മോശമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥ. ഇങ്ങനെയുള്ള ഒരുപാട് വളരെ ന്യായമായ വ്യാകുലതകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാതാപിതാക്കൾ അങ്ങനെ കരുതുന്നത്. പക്ഷെ അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഈ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഒരു വലിയ മാതൃകയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അത് അംഗീകരിച്ചിട്ട് ഒരു രീതിയിലും ആ കുട്ടിയെ പുറത്താക്കാനോ അല്ലെങ്കിൽ വലിയ വികാര വിക്ഷോഭത്തിന് അടിമപ്പെട്ട് അവനെ തള്ളിപ്പറയാനോ ശ്രമിക്കാതെ അവനെ ചേർത്ത് നിർത്തുന്ന ആ ഒരു അച്ഛന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമാണ് നമ്മളിപ്പോ കാണാനിടയായത്. നിയമത്തെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ നിയമത്തിന് വിധേയമായി സകല പ്രക്രിയകളിലോടും സഹകരിക്കുമ്പോൾ തന്നെ എന്റെ മകനെ ഞാൻ തള്ളിപ്പറയുകയില്ല. ഇതൊരു പുതിയ ഒരു മാതൃകയാണ്, ഒരു റോൾ മോഡലാണ്. എല്ലാ മാതാപിതാക്കൾക്കും അനുവർത്തിക്കാവുന്ന ഒരു റോൾ മോഡലാണ്. പലപ്പോഴും ഇതിനേക്കാൾ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കാം ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത്. ആ ഒരു ഘട്ടത്തിൽ കുട്ടികൾ ഇങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ആശയക്കുഴപ്പം കുടുംബങ്ങളിൽ നിലവിലുണ്ട് എന്നുള്ളതാണ്. വ്യക്തമാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ ആ കുട്ടി പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇതിലേക്ക് പോകുന്നത്. 2-3 കാരണങ്ങളുണ്ട് ലഹരി ഉപയോഗത്തിലേക്ക് പോകാനായിട്ട്. ഒന്ന്, സമപ്രായക്കാരുടെ സമ്മർദ്ദമാണ്. ഒരു സുഹൃത്ത് വലയത്തിന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെല്ലാം ഇത് ഉപയോഗിക്കുമ്പോൾ അവരുടെ സമ്മർദ്ദത്തിന് വഴിപ്പെട്ട് ഇതൊന്ന് പരീക്ഷിക്കുന്നു. കാരണം ഇത് വല്ലപ്പോഴും ഒന്ന് ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നും പറ്റാനില്ലല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ സൗഹൃദത്തിന്റെ ഭാഗമായി, സുഹൃത്ത് സംഘത്തിന്റെ ഭാഗമായി ഇരിക്കാൻ വേണ്ടി ഇത് ഉപയോഗിച്ചു തുടങ്ങുന്ന ഒട്ടേറെ ആളുകളുണ്ട്. എന്താണ് ഈ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഒരു കൗതുകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഉപയോഗിച്ചു തുടങ്ങുന്ന ആളുകൾ. നമുക്ക് അതിലേക്ക് വരാം. ശ്രീ ജോർജ് ജോസഫ്, അങ്ങേക്ക് പോകാൻ തിരക്കുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്. ഒരു മകൻ ലഹരിക്കടിപ്പെടുന്നു എന്ന് കണ്ടയുടൻ, അറിഞ്ഞയുടൻ അവനെ ചേർത്തു പിടിച്ച് സംസാരിച്ച് ആ തീരുമാനത്തിൽ നിന്ന് മകനെ പിന്തിരിപ്പിക്കുന്നു. എന്നിട്ട് അവനിൽ നിന്നറിഞ്ഞ കാര്യങ്ങൾ പോലീസിന് മുന്നിൽ തുറന്നു പറയാൻ തയ്യാറെന്ന് ആ അച്ഛൻ പറയുന്നു. പോലീസിനൊപ്പം നിന്ന് ഈ സംവിധാനങ്ങളെ തച്ചുടയ്ക്കാൻ ഞാനുണ്ട് എന്ന് ആവർത്തിച്ച് പറയുന്നു. നോക്കൂ, തെരുവുകളിൽ പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അനായാസം ലഹരി വസ്തുക്കൾ കിട്ടുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു. അതായത് ഇവിടെ ശക്തമായൊരു വിതരണ ശൃംഖലയുണ്ട്. പ്രശ്നം നമ്മുടെ സംവിധാനത്തിൻ്റെതാണ്. തീർച്ചയായിട്ടും അതെ, നമ്മുടെ സംവിധാനത്തിൻ്റെ തന്നെ. ഏതായാലും വിഷ്ണുപുരം ചന്ദ്രശേഖരനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം അത് മാതൃക കാണിച്ചിരിക്കുന്നു. സ്വന്തം മകനെ ഇത് ഡ്രഗ്സ് കേസിനകത്ത് സംശയിച്ച് പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പം പോലീസിൻ്റെ ഒപ്പം നിന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. സാധാരണ അപ്പനും അമ്മയും കുട്ടിയുടെ ഭാഗം നിന്ന് പോലീസിനെ ചീത്ത വിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. ആ ചെറുക്കൻ ഇങ്ങനെ പറ്റിപ്പോയി മകനെ, അതുകൊണ്ട് അത് തെറ്റാണെന്ന് ബോധ്യമുള്ള പിതാവ് പോലീസിനൊപ്പം തീർന്നു. അതേ സമയത്ത് അവനെ ഉപേക്ഷിച്ചില്ല, അവനെ ചേർത്ത് പിടിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വിഷ്ണുപുരം ചന്ദ്രശേഖരനെ ഞാൻ അഭിനന്ദിക്കുന്നത് അതുകൊണ്ടാണ്. ആ മകൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അവനെ 2 മണിക്കൂർ സംസാരിച്ച് ആ മകനെ ചേർത്ത് വെച്ച് അവൻ്റെ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ വീണ്ടും ചിലപ്പം പോകാം, സാരമില്ല. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മകൻ്റെ പുറകെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ മകൻ നല്ല ട്രാക്കിലേക്ക് സഞ്ചരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയത്ത് നമുക്കറിയാം, ഇവിടെ ഒരു നേതാവിൻ്റെ കൊച്ചിങ്ങനെ ഒരു ഡ്രഗ്സ് കേസിനകത്തെങ്ങാണ്ട് വന്നു, എന്തോ ആയിക്കോട്ടെ, അത് പിടിച്ച ആ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ട് അവരെ പണിഷ് ചെയ്യാൻ പോകുന്ന, അവരെ ത്രട്ടൻ ചെയ്യാൻ പോകുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു. ഈ 2 മാതാപിതാക്കളെ നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം അത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തു എന്നുള്ളതാണ്. പോലീസിനെ പഴി പറയാൻ പോയില്ല, അവരുടെ ഒപ്പം നിന്ന് മകൻ കാണിച്ച തെറ്റാണ്, അവനോട് അത് തെറ്റാണെന്ന് പറഞ്ഞു, അവനെ ബോധ്യപ്പെടുത്തി, 2 മണിക്കൂർ അവനോട് സംസാരിച്ചെന്ന് പറഞ്ഞു, അവനെ ചേർത്ത് നിർത്തി. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾ ഇതുപോലെ കാണിച്ചിട്ട് നമ്മുടെ മാനവും അഭിമാനമൊക്കെ പോകും എന്നൊന്നും കരുതരുത്. തെറ്റായിട്ട് തന്നെ അംഗീകരിക്കാനുള്ള മനസ്സ് നമുക്കും വേണം, മാതാപിതാക്കും വേണം. അത് അങ്ങനെ കണ്ടുപിടിച്ച അത് നമ്മുടെ കുട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവൻ്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, അത് നമ്മൾ അറിഞ്ഞത് നന്നായി എന്നാണ് ചിന്തിക്കേണ്ടത്. അതുപോലെ
സ്കൂളിൽ അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളുടെ അടുത്ത് വിവരം അറിയിച്ചാൽ അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനല്ല അതിന് വേണ്ട. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ് വിഷ്ണുപുരം കാണിച്ചത്. അതുകൊണ്ട് മാതാപിതാക്കളുടെ അടുത്ത് അധ്യാപകർ വാശി കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ പറയുന്നതല്ല. അവനിങ്ങനെ ഒരു കൂട്ടുകെട്ടിനതിൽ ഇങ്ങനെ ഡ്രഗ്സ് അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിയിട്ടാണ് മാതാപിതാക്കൾ. അവർ ടീച്ചർമാരെ പഴി പറയരുത്. അത് ശരിയാണോ തെറ്റാണോ നമ്മൾ വെരിഫൈ അവനെ അതിൽ നിന്ന് പിന്മാറ്റി വിടാനുള്ള ശ്രമം ടീച്ചർമാരുടെ ഒപ്പം നിന്നുമാണ് ചെയ്യേണ്ടത്. സ്കൂളുകളിലെല്ലാം നമുക്കറിയാം കുട്ടികൾ പലരും ഒരു 10%, 15, 20% ഡ്രഗ്സിലേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് സ്കൂൾ കുട്ടികളെ എല്ലാവരും പീരിയോഡിക്കലായിട്ട് അവരുടെ ബാഗുകൾ ടീച്ചേഴ്സ് പരിശോധിക്കണം. പല സ്കൂളിലും അങ്ങനെ പരിശോധിക്കുന്നുണ്ട്. അത് പലർക്കും വലിയ വിഷമമായി പോയതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുമുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കണം. കാരണം ചെറിയ പ്ലാസ്റ്റിക് കവർ, വളരെ ചെറിയതിനകത്ത് അത് ഉപ്പ് പോലെയുള്ള ചെറിയ സാധനം, അത് ഒരു ഗ്രാം MDMAക്ക് 12,500 രൂപ വരെ വിലയുള്ള സാധനമാണത്. അതുകൊണ്ട് അങ്ങനെയാണ് സ്കൂളിലും കോളേജിലുള്ള കുട്ടികൾ ഇത് നമ്മൾ വായിലോട്ടങ്ങ് ഇട്ടാൽ മതി, അപ്പം തന്നെ അടുത്തങ്ങ് പൊക്കോളും. അത് ഉപ്പുകല്ല് പോലെ ഇരിക്കുന്ന ഈ ചെറിയ സാധനം കുഞ്ഞ് പ്ലാസ്റ്റിക് പാക്കറ്റിലാണ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് അത് MDMA ആണ്. അതുകൊണ്ട് സ്കൂളും അധികൃതർ എല്ലാ കുട്ടികളുടെയും ബാഗ് കമ്പൽസറി ആയിട്ട് പരിശോധിക്കണം. അതിനകത്ത് ചെറിയ പാക്കറ്റ് അങ്ങനെ കിടപ്പുണ്ടെങ്കിൽ ആ കുട്ടി ഡ്രഗ്സിലേക്ക് തന്നെയാണ്, യാതൊന്നും സംശയിക്കേണ്ടതില്ല. അത് തീർച്ചയായിട്ടും അവനെ ചോദ്യം ചെയ്ത് പതുക്കെ അവനെ അതിന് പിന്മാറ്റി വിടുകയും അതോടൊപ്പം തന്നെ ആ കിട്ടിയ സോഴ്സ് എന്താണെന്ന് കണ്ടെത്തി പോലീസിലേക്ക് പറയുകയും ചെയ്യണം. ഇവിടെ നമുക്കറിയാം, നമ്മുടെ പല വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യൻ കൺട്രികളിൽ പലയിടത്തും ഈ ഡ്രഗ്സിൻ്റെ ആധിപത്യം വന്നതുകൊണ്ട് അവിടുത്തെ ഞാൻ സിംഗപ്പൂരും മറ്റിടത്തുമൊക്കെ ടീച്ചേഴ്സ് ഇൻ്റർവെൽ സമയത്ത് ആ പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ടീച്ചേഴ്സ് ആ സമയത്താണ് ഇത് കൈമാറ്റം ചെയ്യുകയും ടേസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ ലേഡി ടീച്ചേഴ്സും ആൺകുട്ടികളുടെ ബാത്റൂമിൻ്റെ അവിടെ പുരുഷന്മാരായ ടീച്ചേഴ്സും അവർ ടേൺ വെച്ച് ഓരോ ദിവസവും ഇങ്ങനെ മാറി നിൽക്കും. കാരണം അവിടെ വെച്ചാണ് ഇത് കൈമാറ്റം ചെയ്യുകയും കൊടുക്കപ്പെടുകയും ചെയ്യുന്നത്. അതുപോലെ സ്കൂളുകളിലേക്ക് പല ആൾക്കാരും കടന്നു വരുന്നുണ്ട്. 8ലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വരുമാനം കിട്ടാൻ ഇത് വിറ്റ് കൊടുത്താൽ നല്ല പൈസ കിട്ടും. ഇത് ആരും അറിയില്ല. അതുകൊണ്ട് ഇത് പല സ്കൂളുകളിലും കോളേജുകളിലും തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. നമുക്ക് ഏതായാലും അങ്ങനെയുള്ള സംശയം തോന്നുന്ന കുട്ടികളെ ഏതായാലും സ്നേഹമായിട്ട് വിളിച്ച് അതിന് കിട്ടിയ സോഴ്സ് എവിടെ നിന്ന് കിട്ടി അത് പോലീസിന് അയച്ച് പറഞ്ഞു കൊടുത്ത് അത് പിടിപ്പിക്കണം. അതുകൊണ്ട് അധ്യാപകർ നല്ലൊരു റോൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾ അധ്യാപകർ പറയുന്നത് കേട്ടിട്ട് അവരോട് ഒരു കലുഷ്യമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അതുങ്ങൾ നമ്മുടെ കുട്ടികളുടെ മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രണ്ടുപേരും ഒത്തൊരുമിച്ച് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവർത്തിച്ച് നമുക്ക് ആ കുട്ടികളെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കേണ്ടത്. യെസ്, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി മീര ഹരികൃഷ്ണൻ, നമ്മുടെ പഴയ കാലത്തൊക്കെ ഈ കുട്ടികളുടെ ചിന്ത, പ്രവർത്തനം, അതിനെയൊക്കെ പരിപോഷിപ്പിക്കാൻ അവർക്ക് തന്നെ അവസരം കൊടുക്കുന്ന, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രക്ഷകർതൃ സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അവർക്കത് നൽകിയാൽ വരാനിരിക്കുന്നത് എന്ത് എന്ന ആശങ്ക അതേ രക്ഷാകർത്താക്കൾക്ക് ഉണ്ട് താനും. അതായത് ഈ സർഗാത്മകത എന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ ആ വഴിയിലേക്ക് കൊണ്ടുവരാൻ രക്ഷിതാക്കൾ നേരാം വിധം ശ്രമിക്കുന്നില്ലെന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതായത് മത്സരം മാത്രം മതി, അതൊരു ഉത്സവമായി കാണണ്ട എന്ന തലത്തിലേക്ക് രക്ഷാകർത്താക്കൾ കുട്ടികളെ ആ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അതെ, ആദ്യം തന്നെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ ആ എടുത്ത നിലപാടുകളോട് വളരെ സന്തോഷം അറിയിക്കുകയാണ്. ഇന്നത്തെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജോർജ് സാർ സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതാണ്. ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്റെ കൂടെയുള്ള ഒരു അധ്യാപിക അവര് നേരിട്ട ഒരു അനുഭവമാണ്. സിഗരറ്റ് വലിക്കുന്നു എന്ന് സംശയം തോന്നിയ ഒരു 8ാം ക്ലാസ്സുകാരന്റെ വിവരം രക്ഷിതാവിനെ വിളിച്ചു വരുത്തി. അത് വിളിച്ചു വരുത്തുമ്പോൾ പോലും അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞപ്പോൾ പോലും വളരെ സമയമെടുത്ത് ദിവസങ്ങളോളം എടുത്തതിന് ശേഷമാണ് ആ സ്കൂൾ വരെ ഒന്ന് എത്തിച്ചേർന്നത്. പലപ്പോഴും ഞങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നവും അത് തന്നെയാണ്. ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രക്ഷിതാക്കളെ നമുക്കൊന്ന് ലഭ്യമാകുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മാറ്റങ്ങൾ വരുത്തുന്നതിൽ അവിടെ ഒരു പോരായ്മ ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ രക്ഷിതാവിനെ വിളിച്ചു വരുത്തുകയും ഇത് വളരെ സ്നേഹത്തോടെ
സ്നേഹത്തോടെ കൂടെ തന്നെ ആ അധ്യാപിക ഇത് ഇവരോട് സൂചിപ്പിച്ചു, നിങ്ങൾ ഇടയ്ക്കൊന്ന് ബാഗൊക്കെ ഒന്ന് പരിശോധിച്ചോണം, നമുക്കിപ്പം മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ചൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എങ്കിലും കുട്ടി അറിയാതെ അവനെ ഇൻസൾട്ട് ചെയ്യാതെ ഇത് ഇടയ്ക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചോണം, ചെറിയൊരു സംശയമുണ്ട്. പക്ഷെ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷിക്കുന്നതിന് എതിരായിട്ടാണ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു പേരന്റ് വളരെ മോശമായിട്ട് എഴുന്നേറ്റ് നിന്ന് ടീച്ചറിനോട് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിച്ചത്. എന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ടാണ് ആ അധ്യാപിക ഈ വിവരം നമ്മളോട് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള രക്ഷിതാക്കള് ഇന്ന് സമൂഹത്തിൽ അധികമായിട്ടുണ്ട്. പിന്നെ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിയാണ്, പഴയ കാലത്ത് രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാല്, രക്ഷിതാവ് എന്ന് പറഞ്ഞാല് ആധികാരികതയുള്ളതായിരുന്നു. വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലെ പറഞ്ഞുകൊണ്ട് സ്വജീവിതം കൊണ്ട് കാണിച്ചുകൊണ്ട് ഒക്കെയാണ് കുട്ടികളിലേക്ക് അവര് അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് പലപ്പോഴും കുറെ അധികം ആളുകളിലെങ്കിലും അങ്ങനെ കുട്ടികൾക്കൊരു നല്ലൊരു റോൾ മോഡൽ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് ഉള്ള സമയം ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കാണുന്നില്ല. ഇപ്പൊ തന്നെ അവരുടെ ഒരു തെറ്റ് കണ്ടാൽ തന്നെ ചിലപ്പോ അവര് അത് ഇടപെടുന്ന രീതി, ഈ പറഞ്ഞതുപോലെ കുട്ടിയെ മറ്റുള്ളവരുടെ മുന്നിലിട്ട് വലിച്ചടിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ആ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ തല്ലിക്കെടുത്തുന്ന രീതിയിൽ. ശരിയാണ്, തെറ്റുകൾ പറ്റാം, അബദ്ധങ്ങൾ പറ്റാം, അതെല്ലാം മനുഷ്യ സഹജമാണ്. അവനെ സ്നേഹശാസനയോടെ നിർത്താനും അവന് കൊടുക്കേണ്ട കാര്യങ്ങൾ ദേഷ്യത്തോടെ ആണെങ്കിലും ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ അവനെ തിരുത്തുന്നതിനോടൊപ്പം ചേർത്ത് നിർത്താൻ അവര് മറന്നു പോകുന്നു എന്നുള്ളതാണ്. പഴയ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എത്ര ദേഷ്യപ്പെട്ടാലും കാർക്കശ്യമുള്ളവരാണെങ്കിലും അതിനുശേഷം കുറെയെങ്കിലും ആ കുട്ടിയോടൊപ്പം ഇരുന്ന് അവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, വളരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അതോറിറ്റേറിയൻ പേരന്റിങ്ങിന്റെ വഴിയിലോട്ടൂടെ കുറെ അധികം ആളുകൾ പോകുന്നുണ്ട്. അവിടെ ഒരു അധികാരം മാത്രമാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരം കാണിക്കാനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ, ആ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് കുട്ടികളെ പലപ്പോഴും പലരും ട്രീറ്റ് ചെയ്യുന്നത്. അവിടെയാണ് ആ കുട്ടികൾ സമൂഹത്തിലെ അന്നും ഇന്നും പുഴുക്കുത്തുകൾ സമൂഹത്തിലുണ്ട്. അവന് ഇറങ്ങിച്ചെല്ലാൻ പാകത്തിന് മോശമായ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത്. വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ സാറ് പറഞ്ഞതുപോലെ വളരെ നന്നായി നോക്കി വളർത്തുന്ന വീടുകളിലെ കുട്ടികളടക്കം വഴിതെറ്റി പോകാനുള്ള ഒരു സാധ്യത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ ഈ ഒരു അതോറിറ്റേറിയൻ അധികാരം മാത്രം കാണിക്കുന്ന ഒരു രക്ഷിതാവിനെ കൊണ്ട് വലിയ പ്രയോജനങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് അവരുടെ രക്ഷാകർതൃത്വം വളരെ കേമമാണ്, മെച്ചപ്പെട്ടതാണ് എന്നൊക്കെ തന്നെയാണ്. പക്ഷെ ആ ആധികാരികത നഷ്ടപ്പെടുത്തുന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ കയ്യിൽ നിന്നും കൈമോശം വന്നു പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ വരാം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞു നിരവധി കുട്ടികളെ ഇത്തരം പ്രവണതകളിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞു, അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞു എന്നൊക്കെ. ഒരുപക്ഷെ മകൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തളർന്നു പോകാതെ ധീരമായി മുന്നോട്ട് പോകണം, തുറന്നു പുറത്തു പറയണം എന്നൊക്കെ തീരുമാനിക്കാൻ അങ്ങേ പ്രേരിപ്പിച്ചത് പഴയ അനുഭവങ്ങളാണ്? അല്ല, ഇതിൽ മുഴുവൻ കുട്ടികളും ഇതിനടിമയായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മകൻ്റെ തന്നെ കൂട്ടുകാർ എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ ഇതിനടിമയായി. ഞാൻ തുറന്നു പറയുമ്പോൾ അവർ രക്ഷാകർത്താക്കളെങ്കിലും അത് ഒന്ന് ശ്രദ്ധിക്കട്ടെ. അതിനുവേണ്ടി എൻ്റെ ഒരു പ്രയത്നമാണ് ഇത്. നമ്മുടെ ഈ ചെറിയ പ്രയത്നം കൊണ്ട് എല്ലാ രക്ഷകർത്താക്കളും ഇത് ശ്രദ്ധിക്കണം. ഒരു വ്യത്യാസവും ഇല്ലാതെ 5-6 മാസം ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു മകനെ എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലും അതിലില്ല. ഞാൻ ധൈര്യമായിട്ട് എൻ്റെ മോൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ മകൻ തന്നെ ഇന്ന് എന്നോട് ഇപ്പോഴും എൻ്റെ കൂട്ടത്തുണ്ട്. കാര്യം ഞാൻ ശരിക്കൊരു 5-6 മാസത്തിനിടയിൽ ഇങ്ങനെ ഇത്ര സമയമില്ല. പക്ഷേ ഇന്നലെ മുതൽ മോൻ എൻ്റെ കൂട്ടത്താണ്. ഞാനിന്നിപ്പോൾ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഇപ്പോൾ എൻ്റെ കൂട്ടത്ത് എൻ്റെ മോനിരിപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് ഇനി വീട്ടിൽ പോകാൻ പോണത്. അവൻ തിരുത്താമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി വേറൊന്നും പറയാനില്ല. അവൻ തിരുത്തിയാൽ അതോടുകൂടി ഒരുപാട് കുട്ടികളെ എനിക്ക് തിരുത്താനുള്ള ഒരു ധൈര്യമുണ്ട്. ഞാൻ പറഞ്ഞാൽ എൻ്റെ കുട്ടികൾ കേൾക്കും. എൻ്റെ മകനും വയസ്സ് 27 എൻ്റെ മകനാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ അത് ഇനി മുമ്പോട്ട് പോവില്ല. കാര്യം ഞാൻ ആ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മകനായാലും തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം അച്ഛനൊപ്പം അധിക നേരം ഇരിക്കാം, അച്ഛനൊപ്പം നിൽക്കാം എന്ന തീരുമാനമെടുത്തതെന്ന് തോന്നുന്നു. അല്ല, അത് കുറ്റബോധം ഉണ്ടായി. കുറ്റബോധം എന്ന് പറഞ്ഞാൽ ഇന്നലെ എൻ്റെ മകൻ കാരണം
എല്ലാ ചാനലുകളിലും VSDP നേതാവ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ മകൻ എന്ന് പറഞ്ഞ് MDMA-ക്കാൾ വലിയ പ്രാധാന്യം ചന്ദ്രശേഖരന് കൊടുത്തുകൊണ്ട് വാർത്തയായിരുന്നു. ഇതും എൻ്റെ മോൻ കേട്ടു. അതിനൊന്നും ഞാൻ പൊട്ടിത്തെറിച്ചില്ല. കാരണം ഞാൻ എൻ്റെ മകനെ ഇപ്പോൾ സഹായിച്ച് നിയമപരമായിട്ടൊന്നും ഞാനൊരു പോലീസ് ഓഫീസറെ ഇതുവരെ വിളിച്ചിട്ടുമില്ല. ഒരു കേസിനും എൻ്റെ മകൻ്റെ കേസെന്ന് പറഞ്ഞാലും പിടിച്ച പോലീസുകാരനെ എനിക്കിനി വിളിക്കണം. കാരണം വേറൊന്നുമല്ല, നാളെ ആയാലും ഞാൻ വിളിക്കും ഒരു നന്ദി പറയാൻ. അല്ലാതെ എനിക്ക് അവർ ചെയ്തത് തെറ്റാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മോൻ ഇനി അത് ചെയ്യൂല എന്ന് പറയുമ്പോൾ അതായത് അങ്ങയുടെ മകനെ ഇങ്ങനെ പോലീസ് പിടിക്കുന്നു, എന്നിട്ട് വിടുന്നു, അങ്ങയെ അറിയിച്ചോ? ഇല്ല, പോലീസ് എന്നെ അറിയിച്ചില്ല. അതൊരു തെറ്റതിന് ശേഷമാണ് അതൊരു തെറ്റല്ല. എനിക്ക് അതൊരു തെറ്റാണ്. അതൊരു തെറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് തന്നെ പോലീസ് എൻ്റെ മകൻ്റെ അവൻ്റെ വലിയമ്മയുടെ മകനെ പോലീസ് ഇവനെ കൊണ്ട് വിളിപ്പിച്ചു. റജു എന്ന് പറഞ്ഞ എൻ്റെ ഒരു മകനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോഴും എന്നെ ഒരു ഇത് വിടുന്നു. പക്ഷേ ആ സമയത്ത് എന്നെ അറിയിക്കണം. അത് മാത്രമല്ല, ഈ പോലീസ് ഓഫീസറെ എനിക്ക് ഇതുവരെ പിടികിട്ടില്ല. എന്തായാലും അത് വേറെന്തെങ്കിലും വിവരങ്ങൾ അവൻ്റെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും അത് അച്ഛനെന്ന നിലയിൽ എനിക്ക് കൈമാറണം. എനിക്കവനെ തിരുത്താനുള്ളതാണ്. അവനെ മാതൃകയായിട്ട് ജനങ്ങളെ മുന്നിൽ അവൻ്റെ കൂട്ടുകാരെയും തിരുത്തിക്കൊണ്ട് 27 വയസ്സുള്ളവൻ ഇനി ഒരുപാട് കാലം ജീവിക്കാം. അതിന് എല്ലാ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കറിയാം, എല്ലാവരും എന്നെ വിളിക്കുക. അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് തിരുത്തപ്പെടാം. പിന്നെ ഈ ലഹരി മാഫിയയെ ഒതുക്കുന്ന കാര്യത്തിന് ഇപ്പോൾ ജോർജ് ജോസഫ് സാർ അതിലിരിപ്പുണ്ടല്ലോ. അദ്ദേഹമാണ് പണ്ട് കാറ് തെപ്റ്റ് കേസൊക്കെ നടത്തി. എനിക്ക് നേരിട്ട് അറിയാം അദ്ദേഹത്തിനെ. തൻ്റെ ഇടമായിട്ട് കാര്യങ്ങൾ നേരിടണം. അതുപോലെ ആരെങ്കിലും തൻ്റെ ഇടമായിട്ട് ഈ കള്ളവാറ്റുകാരൻ്റെയും കരിഞ്ചന്തക്കാരൻ്റെയും ഒക്കെ കാശ് വാങ്ങാത്ത, ലഹരിക്കാരന് കൂട്ടുനിൽക്കാത്ത ഓഫീസർമാരാരെങ്കിലുമൊക്കെ രംഗത്ത് വരാൻ തയ്യാറായാൽ ഇത് പരിഹരിക്കപ്പെടും. അത് പരിഹരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ രക്ഷകർത്താക്കളും അവരുടെ മക്കളെ അന്ധമായി വിശ്വസിക്കരുത്, അവരെ പുറകെ നോക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ലഹരിക്ക് പിന്നാലെയുള്ള പോക്ക്, ഉറവിടം കണ്ടെത്താനുള്ള യാത്ര, അന്വേഷണം, സംവിധാനം, അതൊക്കെ ഏതു നിലയിലെന്നാണ് വിശ്വസിക്കുന്നത്? എല്ലാം കൈവിട്ടു പോയ അവസ്ഥയോ? വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലഹരി വസ്തുക്കളുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ ഉള്ളത്. നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല, പൊതുവെ ലോകമെമ്പാടും അത്തരത്തിലുള്ള ഒരു ട്രെൻഡ് വ്യക്തമാവുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 1960-കളിൽ ആരംഭിച്ച ആ ഒരു ഹെഡോണിസ്റ്റ്, ഇതിന് സമാന്തരമായിട്ടുള്ള ഒരു സംഗതി ഇന്നത്തെ കാലത്ത് അതിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ പരിശോധിച്ചു. പക്ഷേ തീർച്ചയായിട്ടും വ്യക്തമായ പരിഹാര മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ തെളിയുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടൊരു സാമൂഹിക ഉത്തരവാദിത്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാരണം ലഹരി വ്യാപനം തടയുക എന്നുള്ളത് കേവലം പോലീസിനോ അല്ലെങ്കിൽ എക്സൈസിനോ അല്ലെങ്കിൽ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്കോ മാത്രം പറ്റുന്ന ഒരു കാര്യമല്ല. അതിൽ ഒരു സാമൂഹിക ഉത്തരവാദിത്വം, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. ഓരോ പൗരനും തന്റെ ബാധ്യതയായി, തന്റെ ഉത്തരവാദിത്തമായിട്ട് തന്നെ ഏറ്റെടുത്ത് സംവിധാനങ്ങൾ അതിന് ഈ ജനങ്ങളുടെ മനസ്സുകളിൽ ഒരു വിശ്വാസം സൃഷ്ടിച്ച് ഏകോപനത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാരണമുണ്ട്. അപ്പൊ 3 തലത്തിൽ ഇതിന്റെ പരിഹാര മാർഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ ലഹരിയുടെ വ്യാപനം കുറയ്ക്കാൻ വേണ്ട നിയമ നടപടികളാണ്, അതിന്റെ സപ്ലൈ റിഡക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത്, അതിന്റെ ആവശ്യകത സമൂഹത്തിൽ നിന്ന് ഉയരുന്നത് കുറയ്ക്കാൻ വേണ്ട നടപടികളാണ്, ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയും. ഈ 2 കാര്യങ്ങൾക്കും തുല്യമായ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നതാണ്. അതിന്റെ ഡിമാൻഡ് റിഡക്ഷൻ എന്നുള്ള നിലയിൽ 3 തലത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്ന്, അടുത്ത തലമുറയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇടപെടലുകളാണ്. തീർച്ചയായിട്ടും വീടുകളിൽ, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ തന്നെ പറഞ്ഞു, മകനെ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച ഒരു വ്യക്തിയായിട്ട് പോലും ഒരു ഭാവമാറ്റം തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ഈ രാസലഹരികളുടെ ഒരു സവിശേഷത ഏതാണ്? അത് ഉപയോഗിക്കുന്ന വ്യക്തി ഒരു പ്രത്യേക ഗന്ധമോ അല്ലെങ്കിൽ ചലനങ്ങളിൽ ഒരു പ്രത്യേകതയോ ഒന്നും പ്രദർശിപ്പിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കൃത്യമായ ഒരു മുൻവിധിയോടെ തന്നെ നമ്മൾ സമീപിച്ചില്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം, വീടുകളിൽ ഈ കുട്ടികളെ തന്നെ നമ്മൾ ഇടപെടുന്ന സമയത്ത് മാതാപിതാക്കൾ ഒരു മണിക്കൂർ നേരമെങ്കിലും കുട്ടികളോട് സംസാരിക്കാൻ ചെലവിടുക എന്നുള്ളതാണ്. പല കാരണങ്ങൾ കൊണ്ട് അത് സാധിക്കാതെ വന്നേക്കാം. പക്ഷെ എങ്കിലും കഴിയുന്നത്ര 1 മണിക്കൂർ നേരം കുട്ടികളോട് സംസാരിക്കും, അവർക്ക് പറയാനുള്ളത് കേൾക്കുക.
അവരെ ശാസിക്കുകയോ അവർക്ക് വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവരെ കേൾക്കുക എന്നുള്ളതാണ്. കൗമാരപ്രായക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു പരാതി ലഹരികളിൽ കൊടുക്കുന്ന കൗമാരപ്രായക്കാരടക്കം പറയുന്നത്, ഞങ്ങളെ കേൾക്കാൻ ആരും തയ്യാറല്ല, ഞങ്ങളെ ഉപദേശിക്കാനാണ് എല്ലാവർക്കും വ്യഗ്രത, ഞങ്ങൾ പറയുന്ന പ്രയാസം ഒന്ന് തുടങ്ങുമ്പോൾ തന്നെ ഇതിനേക്കാൾ 100 മടങ്ങ് വലിയ പ്രയാസം ഞങ്ങൾ ബാല്യത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെ നിസാരവൽക്കരിക്കുന്ന ഒരു മുതിർന്ന തലമുറയാണ് ഇന്നത്തെ പ്രശ്നമെന്ന് കൗമാരപ്രായക്കാരുടെ അവരുടെ ഒരു കാഴ്ച. അപ്പൊ അവരെ കേൾക്കുക, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അനാരോഗ്യകരമായ സ്വാധീനം ഉണ്ടായാൽ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും ഇടപെടാനും അത് മാതാപിതാക്കളെ സഹായിക്കുന്ന ഉറപ്പാണ്. വിദ്യാലയങ്ങളിൽ നടത്തേണ്ട ഇടപെടൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എല്ലാം സമഗ്രമായി പരിഹരിക്കാൻ വേണ്ട ഒരു ജീവിത നിപുണത വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വരേണ്ടതുണ്ട്. അതിനൊരു ഗ്രേഡിങ്ങും കൊടുക്കേണ്ടതുണ്ട്. ഇതിന് പാരലായിട്ട് സമാന്തരമായി രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാരന്റിംഗ് പരിശീലനവും വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ വേണം. ഒരു ടേമിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ക്ലാസ് PTA വിളിച്ച് പ്രധാനപ്പെട്ട പാരന്റിംഗ് മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊതുസമൂഹത്തിൽ വ്യാപകമായി 3 തരത്തിലുള്ള സാക്ഷരതകൾ ആവശ്യമാണ്. മാനസികാരോഗ്യ സാക്ഷരത, നിയമസാക്ഷരത, സൈബർ സാക്ഷരത. എങ്ങനെയാണ് ലഹരി വസ്തുക്കൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത്, എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെട്ട ഒരു വ്യക്തി സ്വന്തം വീട്ടിലുള്ള ആളുകളെ പോലും വധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്, ഇത് പൊതുസമൂഹത്തിൽ വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ഇതിന്റെ സപ്ലൈ റിഡക്ഷൻ, ഈ ലഹരിയുടെ വ്യാപനം, അതിന്റെ കണ്ണികൾ എന്താണ്, അതിന്റെ സ്രോതസ് എവിടെയാണ്, ആ സ്രോതസ്സിനെ തന്നെ കൃത്യമായ രീതിയിൽ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ നിയമ സംവിധാനങ്ങൾ വരണം. ഏറ്റവും പ്രധാനം ഇത്തരം കേസുകളിലും മറ്റും ഇങ്ങനെ വലിയ തോതിൽ വാണിജ്യ അടിസ്ഥാനത്തിൽ ഇത് വിപണനം ചെയ്യുന്നതും മറ്റുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കർശനമായ നിയമ നടപടികൾ അത് വേഗത്തിൽ നടക്കുക വഴി സമൂഹത്തിൽ ഒരു ഡിറ്ററന്റ് മെസ്സേജ് വരും. ഇങ്ങനെ ലഹരി വസ്തുക്കളുമായിട്ട് പിടിക്കപ്പെട്ടാൽ അതിലൊരു നിയമ നടപടി വരും എന്നുള്ള ഒരു കാര്യം. പക്ഷെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ NDPSA ആക്ടിൽ അടക്കം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോ വ്യക്തിപരമായ ഉപയോഗത്തിന് വേണ്ടി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ അവരൊരു പുനർവിചിന്തനത്തിന് തയ്യാറായാൽ അവർക്ക് ആവശ്യമായ മാനസികാരോഗ്യ പിന്തുണ കൊടുത്ത് അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടികൾ ആവശ്യമാണ്. അതുവഴി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഈ കുറ്റകൃത്യം അവരെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട സാമൂഹ്യ പിന്തുണ അവർക്ക് ലഭ്യമാക്കുകയും വേണം. ഇത്തരത്തിൽ സമ്പൂർണവും സമഗ്രവുമായിട്ടുള്ള ഒരു ഇടപെടൽ, അതിനൊരു സാമൂഹ്യ ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനവും കൂടെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, മകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. വരുന്ന വഴി, വിതരണം നടക്കുന്നത് എങ്ങനെ, ഏതെല്ലാം വിധത്തിൽ ഇത് ആളുകളിലേക്ക് എത്തുന്നു, എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ഒരു തെറ്റുതിരുത്തൽ, കുറ്റസമ്മതം, കുറ്റബോധമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ തന്നെ ഒരു തീരുമാനവും എടുത്തല്ലോ, ഞാൻ തയ്യാറാണ് ഒരു പോരാട്ടത്തിന് എന്ന്. അങ്ങേക്ക് കിട്ടിയ അറിവുകളിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങേക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് ഇനി എങ്ങനെ ലഹരിയെ നിയന്ത്രിക്കാനാകുമെന്ന ഒരു സങ്കല്പത്തിലേക്കാണ് എത്തിയത്? അല്ല, അത് നിയമപരമായി തന്നെ നേരിടണം. കാര്യം ഇതിൽ ഇപ്പോൾ ഞാൻ നിയമം ലഹരിയെക്കുറിച്ച് പറഞ്ഞില്ല. എൻ്റെ മോൻ തന്നെ ലഹരിയുമായിട്ട് അവിടെ പിടിക്കപ്പെട്ടു. അപ്പോൾ തന്നെ ജാമ്യം കിട്ടി. അങ്ങനെ ജാമ്യമൊന്നും കിട്ടാൻ പാടില്ല. വലിയ കുറ്റമായിട്ട് ഇത് കണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങാനൊക്കാത്ത അവസ്ഥ വന്നാൽ ഇത് ദോഷം. ഇത് തന്നെ എല്ലാ ചാനലും ഇപ്പോൾ പറയുന്നില്ലേ, ലഹരിയുമായി പിടിച്ചു അപ്പോഴെന്നെ ജാമ്യം കിട്ടി. നിസ്സാരവൽക്കരിച്ച് ഈ വകുപ്പുകളൊക്കെ മാറ്റി ലഹരിക്കെതിരെ നിയമം ശക്തമാക്കണം. അത് ചെയ്താലേ ഇത് വിജയിച്ച് മുമ്പോട്ട് പോകും. എന്നിരുന്നാലേ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ പോലീസുകാരായിരുന്നാലും എക്സൈസ് ആയാലും ഇതിൻ്റെയൊക്കെ ഉത്ഭവം തുടങ്ങുന്ന ആളുകളുമായിട്ടൊക്കെ അവിഹിത ബന്ധമുണ്ട്. അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇതിനൊരു സ്ക്വാഡ് രൂപീകരിച്ച് ഞങ്ങളെപ്പോലുള്ളവർ മുന്നിൽ നിന്ന് സഹായിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ അറസ്റ്റ് എന്ന് പറയണത് സാധാരണ ചെന്ന് പറഞ്ഞാൽ പിന്നെ 2 ആഴ്ച വച്ച് നോക്കി ഫയലിൽ വെച്ച് എല്ലാ തെളിവും എടുക്കട്ടെ, നമ്മൾ കൊടുക്കാം. ഫോൺ നമ്പർ അതെല്ലാം കൊടുക്കാം. ഒറ്റ ദിവസം കൊണ്ട് ഈ ജില്ലയിൽ റൂറലാണെങ്കിൽ റൂറൽ SP-യുടെ കീഴിൽ എല്ലാ സ്ഥലത്തും ഒരേ സമയം പിടിച്ചാൽ അത് കുറ്റവാളികളെ പിടിക്കുന്നത് മാത്രമല്ല, ഇത് ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടുമെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാക്കി കഴിയാൻ കഴിയും. പിടിക്കുന്ന ആളുകളെ പിടിച്ച ചെറിയ 1 ഗ്രാമല്ലേ കിട്ടി എന്ന് പറഞ്ഞ് എൻ്റെ മോനെയും മറ്റും വിട്ടതുപോലെ തന്നെ അപ്പോൾ വിടുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ വീണ്ടും കുട്ടികൾ പിടിച്ചാൽ ഇറങ്ങി വരാമെന്നൊരു തോന്നൽ എൻ്റെ മോനുള്ളതുപോലെ ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, ശ്രീമതി മീര ഹരികൃഷ്ണൻ, ഇനി അധികമായി എന്താണ് പറയാനുള്ളത്? വളരെ പെട്ടെന്ന്.
സർ, നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാമുകൾ ജസ്റ്റ് ഒരു രജിസ്റ്ററിൽ ഒതുങ്ങാതെ അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ കുട്ടികളിലേക്കെല്ലാം റീച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സംവിധാനം ശക്തിപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. സൈക്കോ സോഷ്യൽ സർവീസ് പദ്ധതികൾ ഉള്ള സ്കൂളുകളിൽ, വളരെ കുറച്ച് സ്കൂളുകളിൽ നമ്മുടെ റഫറൽ സിസ്റ്റം ഒക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. മാനസികാരോഗ്യ പരിപാടികൾ എല്ലാ സ്കൂളുകളിലും ലക്ഷക്കണക്കിന് കുട്ടികൾ മറ്റു സ്കൂളുകളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളിലേക്ക് സേവനം എത്തിക്കുന്നതിന് നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളാണെങ്കിലും മറ്റ് സാമൂഹിക സംഘടനകളാണെങ്കിലും അതിനൊരു മുൻതൂക്കം കൊടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അരുൺ സാറിനൊക്കെ അത് കൃത്യമായിട്ട് അറിയാം. ഞങ്ങളുടെ മുന്നിൽ എത്തുന്ന ഒരു കേസിനെ കൃത്യമായി ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ടൈപ്പ് ചെയ്തും, അതുപോലെ തന്നെ വിമുക്തി എക്സൈസിന്റെ വിമുക്തി മിഷൻ അതിന്റെ സെല്ലുമായിട്ട് ടൈപ്പ് ചെയ്തുമൊക്കെ നമ്മൾ കൃത്യമായി അതിനൊരു റഫറൽ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോയാലും ഈ കുട്ടികളെ അഡിക്ഷൻ കൗൺസിലിംഗ്, അതിന്റെ ഫോളോ അപ്സ് അവർ ചെയ്യുന്നുണ്ടോ, അത് രക്ഷിതാക്കൾക്കുള്ള പ്രത്യേകം കൗൺസിലിംഗ്, ഇങ്ങനെയുള്ള രീതികളിലെല്ലാം നമ്മളൊരു സിസ്റ്റം അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇതിന്റെ പ്രവർത്തനം വളരെ കുറച്ച് മാത്രമാണ് ഈ സമൂഹത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് മാനസികാരോഗ്യ പരിപാടിയെ കേവലം ഒരു സ്റ്റിക്കറിലോ ഒരു ബാഡ്ജിലോ ഒന്നും ഒതുങ്ങാതെ എല്ലാ ആളുകളിലേക്കും നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ, ശരീരത്തിന്റെ ആരോഗ്യത്തെ കാക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തിയും ഓരോ വ്യക്തിയുടെയും മാനസികാരോഗ്യത്തെ അത്രത്തോളം പ്രാധാന്യം ഉൾക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പരിധിവരെ ജീവിത നൈപുണ്യ വിദ്യാഭ്യാസം ഒക്കെ നൽകിക്കൊണ്ട് അവരെ നമുക്ക് കൃത്യമായ പാതയിലൂടെ മുന്നോട്ട് ഒരുക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്കിന്നുണ്ട്. യെസ്, ഡോക്ടർ അരുൺ ബി നായർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ലഹരി ഉറവിടങ്ങളുടെ അടിവേരറുക്കൽ അത്ര എളുപ്പമോ? തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയുള്ളൊരു കാര്യമാണ്. കാരണം ഒരു വളരെ നീണ്ടു നിൽക്കുന്ന ഒരു ശൃംഖലയാണ്, വളരെ വ്യാപകമാണ്, അന്തർദേശീയ തലത്തിൽ തന്നെ സ്വാധീനം ചെലുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു സമാന്തര സമ്പദ് സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമാണ്. പക്ഷെ വളരെ വ്യക്തമായ തരത്തിൽ നിയമ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ആ നിയമ സംവിധാനങ്ങളോടൊപ്പം പൊതുജനങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ചെയ്താൽ മാത്രമേ അതിന് വിജയകരമായ ഒരു പര്യവസാനം ഉണ്ടാവുകയുള്ളൂ. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പോലെയുള്ള പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പൊതുമണ്ഡലത്തിലുള്ള ആളുകളും നിയമ സംവിധാനങ്ങളും പൊതുജനങ്ങളും അധ്യാപകരും ഈ മേഖലയിലുള്ള എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കൃത്യമായ ജാഗ്രത പുലർത്തി കഴിഞ്ഞാൽ ഇത് വിദൂരമായി എങ്കിലും സാധിക്കാവുന്ന ഒരു സ്വപ്നം തന്നെയാണ് എന്ന് ഞാൻ കരുതുന്നു. യെസ്, അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വരുന്ന ഒരു മണിക്കൂർ ഒരു ചർച്ചയായി അവസാനിപ്പിക്കലായിരുന്നില്ല ലക്ഷ്യം. നോക്കൂ, ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്, ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് ഭീകരപ്രവർത്തനമാണ്. ഇന്ന് ലഹരി ഒരു ഭീകരപ്രവർത്തനം പോലെ വളർന്നിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു വലിയ ഭീകരപ്രവർത്തനമായി ലഹരി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ തന്നെ ഒരുമിക്കേണ്ട അവസ്ഥയാണ്. അരുൺ ബി നായർ പറഞ്ഞവസാനിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധയൂന്നി കൃത്യമായ പദ്ധതിയിലൂടെ അവസാനിപ്പിക്കേണ്ട ഒന്നായി ഇത് മാറുന്നു. ഒരു സമൂഹം, ഒരു തലമുറ തന്നെ ഇല്ലാതാകുന്ന ചിത്രമായി നമ്മുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഞാൻ കട്ടിലിൽ നിന്ന് വീണാണ് തലയ്ക്ക് പരിക്കേറ്റതെന്ന് ഒരമ്മ പറയുമ്പോൾ മകനെ സംരക്ഷിക്കാനുള്ള സ്നേഹമായി അതിനെ നമ്മൾ കാണും. പക്ഷേ മകൻ ചെയ്ത പ്രവൃത്തിയെ മറച്ചു വയ്ക്കുന്ന അമ്മമാരും അച്ഛന്മാരുമൊക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. ഒറ്റക്കെട്ടായി നിൽക്കാം. ലഹരിയെ അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരാം. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. വളരെയധികം നന്ദി. മീര ഹരികൃഷ്ണൻ, ജോർജ് ജോസഫ്, ഡോക്ടർ അരുൺ ബി നായർ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്തേ.